ഗുരുസ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത സാങ്കരഭാഷ്യം 2-ാം അധ്യായം 45-ാം ശ്ലോകം. ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ്. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. കർമ്മയോഗത്തിലെ പ്രധാന കാര്യങ്ങളെല്ലാം ഇവിടെ ചുരുക്കി പറയുന്നുണ്ട്. ഇനി വരുന്ന പല ഭാഗങ്ങളും ഇതിന്റെ തന്നെ വിശദീകരണമാണ്. ഇവിടെ ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് നിർദ്വന്ദ്വം എന്നുള്ള ഭാഗവും. ഈ ഭാഗങ്ങളുടെ വിശദീകരണം ചിലരെങ്കിലും മനസ്സിൽ തോന്നും. ഇവിടെ നിർദ്വന്ദ്വ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വലിയ വിശദീകരണം ഇതിനാവശ്യമുണ്ടോ? പക്ഷെ ഇതിന്റെ വിശദീകരണം മഹാഭാരതത്തില് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ചേറി കിടക്കുകയാണ്. മഹാഭാരതത്തിൽ വരുന്ന മറ്റ് ഗീതകളിൽ, മറ്റുപദേശങ്ങളിൽ എല്ലാം ഈ കാര്യം ഇങ്ങനെ പല പല ഭാഗങ്ങളിലായിട്ട് ചേറി കിടക്കുകയാണ്. അപ്പം അതിനെ നമ്മൾ സംഗ്രഹിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അതിന്റെ സംഗ്രഹമാണ്. അവിടെ നടക്കുന്നതിന്റെ വിശദീകരണമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് വ്യാഖ്യാനിക്കുകയല്ല, ഇതിന്റെ ആശയത്തെ നമ്മൾ സംഗ്രഹിക്കുകയാണ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ചേ പറയുന്നുള്ളൂ എന്നർത്ഥം, കൂടുതൽ പറയുന്നില്ല. കാരണം അത്രയും വിപുലമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മത്തെക്കുറിച്ച് തന്നെ ഇപ്പോ
കഴിഞ്ഞ ദിവസം ഞാൻ വിശദീകരിച്ച പല കാര്യങ്ങളും തന്നെ ഏത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ചിലർക്ക് സംശയമുണ്ടായി. എന്നോട് ചോദിച്ചു ഇതിനെ ഏത് ശാസ്ത്രത്തിലാണ് പറയുന്നത്, ഏത് ശാസ്ത്രത്തിലാണെന്ന് പറയാം. പക്ഷേ അതെല്ലാം എടുത്ത് വായിക്കാൻ തയ്യാറാവണം എന്നാ പറയാം. കേട്ടുകഴിഞ്ഞാൽ ആ ശാസ്ത്രങ്ങളെല്ലാം ഒന്ന് മറിച്ചു നോക്കാൻ ഒന്ന് തയ്യാറാവണം. അതിനുവേണ്ടി വലിയ തയ്യാറെടുപ്പ് വേണ്ടിവരും. അതായത് കർമ്മത്തെക്കുറിച്ച് ഭയപ്പെടുത്താൻ പറയുകയല്ല, ഒരു പരമാർത്ഥം പറയുകയാണ്. കർമ്മത്തെക്കുറിച്ച് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് മീമാംസാശാസ്ത്രങ്ങളിലാണ്. പൂർവ്വമീമാംസയിലാണ് ഈ കർമ്മത്തിനെ കുറിച്ചുള്ള നാനാവിധത്തിലുള്ള ചർച്ച. ഈ ശാസ്ത്രങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ശാസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ ശാസ്ത്രങ്ങളുമായും ബന്ധപ്പെടുത്തേണ്ടി വരാൻ ഇവിടെ തന്നെ ഈ ഭാഷ്യത്തിൽ ഓരോ പൂർവപക്ഷം അല്ലെങ്കിൽ ഒരു ശങ്ക, ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് മറ്റൊരു ശാസ്ത്രത്തിൽ നിന്നായിരിക്കും. പക്ഷെ അതിന്ന ശാസ്ത്രമാണെന്ന് അവിടെ വ്യക്തമാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതും ഭാഷ്യകാരൻ ഇതിനെ ഈ ഭാഷ ഇങ്ങനെ എഴുതുന്ന സമയത്ത് അദ്വൈതത്തിന് എതിരായി വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഇവിടെ സംശയരൂപത്തിൽ അവതരിപ്പിക്കുന്നുള്ളൂ. അതുമാത്രം. അദ്വൈതത്തിൽ ചില മുഖ്യമായ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി വരുന്നത് ആത്മീകത്വം, പ്രപഞ്ചമിഥ്യാത്വം തുടങ്ങിയ ചില പ്രധാന വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങൾക്ക് എതിരായി വരുന്ന ഭാഗങ്ങൾ മാത്രം പരാമർശിക്കുന്നതാണ്. മീമാംസ പോലുള്ള ശാസ്ത്രങ്ങളിൽ അവർ മറ്റു പല ശാസ്ത്രങ്ങളെയും അവർക്ക് വിശദമായി പ്രതിപാദിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ശ്രുതി പ്രമാണത്തെ, ശ്രുതിയെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കും. അതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ അതിൽ തന്നെ വിവാദങ്ങൾ വരും. അത് സ്വതപ്രമാണമാണോ പരതപ്രമാണമാണോ, ഇത്തരം തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരുപാട് വരും. അപ്പോൾ ഒരു ശാസ്ത്രം അതിന്റെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് മറ്റു പല ശാസ്ത്രങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ പല ശാസ്ത്രങ്ങളുടെ ജ്ഞാനം ഉണ്ടായാലേ നമുക്കൊരു ശാസ്ത്രം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അദ്വൈതം തന്നെ നമുക്ക് ഈ ശാസ്ത്രീയമായ രീതിയിൽ ഭാഷ്യകാരനും മറ്റും പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ശാസ്ത്രപരിചയം കൂടിയിരിക്കും. പൂർവമീമാംസയില് മീമാംസ സൂത്രങ്ങൾ, അതിൽ ശാബരസ്വാമി അദ്ദേഹത്തിന്റെ ഭാഷയുണ്ട്, ശാബരഭാഷ. പിന്നെ അതിന് വരുന്ന വ്യാഖ്യാനം കുമാരലഭട്ടന്റെ. അതെല്ലാം ഇന്നും പുസ്തക രൂപത്തിൽ കിട്ടുന്നതാണ്. പക്ഷെ മിക്കവാറും എല്ലാം സംസ്കൃത ഭാഷയിലാണെന്നുള്ളതേ ഉള്ളൂ. ശ്ലോകവാർത്തികം, തന്ത്രവാർത്തികം, ടുപ്തീക, അങ്ങനെ 3 ഭാഗമായിട്ടാണ്. അതിൽ തന്നെ പിന്നെ തുടർന്ന് പ്രാഭാകരന്റെ, അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ അതിന് തുടർന്ന് വരുന്നുണ്ട്. ഒരു വലിയൊരു പ്രപഞ്ചമാണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിക്കണോ, ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടാണോ പിന്നെ മോക്ഷം നേടുന്നത്? അല്ല. അപ്പൊ ഇത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഇതിലൂടെയൊക്കെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനേ പറ്റും. ഒന്ന്, കണ്ണി തടയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഒന്ന് ഓർമ്മിച്ചു വയ്ക്കുക. അതേ ഒരാൾക്ക് സാധ്യമാവും. ഇത്തരം ശാസ്ത്രങ്ങളൊന്നും ഗഹനമായി ചിന്തിക്കുന്നതിനൊന്നൊരു പുരുഷായുസ് തന്നെ പോരാതെ വരും.
അപ്പൊ അങ്ങനെ ഒരു മീമാംസാ ശാസ്ത്രം അധ്യയനം ചെയ്യണമെങ്കിൽ തന്നെ അതിന് വ്യാകരണം ശാസ്ത്രം കൂടിയേ തീരും. അപ്പോൾ അത് വ്യാകരണ സൂത്രങ്ങൾ, പിന്നെ അതിന്റെ ഭാഷ്യം, പതഞ്ജലിയുടെ മഹാഭാഷ്യം. മഹാഭാഷ്യം എന്ന് വെച്ചാൽ അത് അത്രയും മഹത്താണ്. ആണ് മഹാഭാഷ്യം എന്ന് പറയുന്നത്. ആകൃതി കൊണ്ടും വലുപ്പമുള്ളതാണ്. അപ്പൊ സൂത്രങ്ങളുടെ താല്പര്യം മനസ്സിലാക്കണമെങ്കിൽ ഭാഷ്യം വേണം. ഭാഷ്യം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വ്യാഖ്യാനം വേണ്ടിവരും. അതിന് കയ്യടൻ എന്ന് പറയുന്ന ഒരാളൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, പ്രത്യേകം. അത് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ അതിന്റെ വ്യാഖ്യാനം വേണം. പിന്നെ അതിന്റെ വാർത്തികം, സൂത്രം, ഭാഷ്യം, വാർത്തികം, പിന്നെ സൂത്രത്തിന്റെ തന്നെ മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ന്യാസം, പദമഞ്ജരി, ഇങ്ങനെ ഒരുപാട് ഇതിനകത്തെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയിരുന്നാൽ, അല്ലാതെ വ്യാകരണ ഗ്രന്ഥങ്ങളുടെ മാത്രം അധ്യയനം കൊണ്ട് ഈ എല്ലാ വിഷയങ്ങളും നമുക്ക് കിട്ടത്തില്ല. വ്യാകരണത്തിൽ അല്ല, ഈ വേദാന്തത്തിൽ, അതുപോലെ തന്നെ തർക്കശാസ്ത്രം, ഉദയനാചാര്യന്റെയും മറ്റും ഗ്രന്ഥങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിന് ബൗദ്ധഗ്രന്ഥങ്ങളിൽ പോലും അവർ പൂർവക്ഷ രൂപത്തിൽ ഈ കർമ്മം, അതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്വൈതത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ കർമ്മവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സുരേശ്വരാചാര്യനാണ്. അദ്ദേഹം ഒരു കർമ്മകാണ്ഡിയായിരുന്നുകൊണ്ടായിരിക്കാം കർമ്മവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. വാർത്തികത്തിൽ പത്മപാദാചാര്യർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ഗ്രന്ഥങ്ങൾ ഒരു സാധാരണ വ്യക്തിക്ക് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കാനൊന്നും കഴിയത്തില്ല. ഇന്നത്തെ കാലത്ത് ഒരിക്കലും സാധ്യമല്ല. ആചാര്യസ്വാമികളുടെ കാലത്തിന് ശേഷം തന്നെ ഈ പ്രകടന ഗ്രന്ഥങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആത്മബോധം, തത്വബോധം എന്ന് പറയുന്ന ലഘുഗ്രന്ഥങ്ങൾ. കാരണം അതിന്റെ സാരം മനസ്സിലാക്കും. ഇത്രയും വലിയ ശാസ്ത്രങ്ങളിലേക്ക് പോയി അതിനെല്ലാം ഗ്രഹിച്ച് അതിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക ഒന്നും സാധാരണക്കാരന് എളുപ്പമല്ല. അത് ഒട്ടൊക്കെ ആവശ്യമില്ലാത്തതാണ്. അപ്പൊ ഇതിന്റെ സാരം മനസ്സിലാക്കുന്നതിന് വേണ്ടി വളരെ ലഘുവായ ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് ശങ്കരാചാര്യന്മാര് പിന്നീട് അവർ രചിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കിതിന്റെ താല്പര്യം, ശാസ്ത്രസാരം, അതുകൊണ്ടാണ് പറയുന്നത് അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. അങ്ങനെ അറിയാൻ പോവുകയാണെങ്കിൽ ഒരുപാട് അറിയാനുണ്ട്. സ്വൽപശ്ചകാല ബഹുവശ്ച വിഘ്ന, കാലം കുറവാണ്, വിഘ്നങ്ങൾ വളരെ. അപ്പോൾ ഇതെല്ലാം ഏതൊക്കെ ശാസ്ത്രമാണ് എന്ന് പോയി അന്വേഷിച്ചറിഞ്ഞ് കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ അത് പ്രയാസമായിരുന്നു. പിന്നെ അതിന് പൂർവ്വ സംസ്കാരം ഉണ്ടെങ്കിൽ കഴിയും. പൂർവ്വജന്മത്തിലെ സംസ്കാരം ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിലെല്ലാം കൂടി കടന്നു പോകുക എന്ന് പറയുന്നത് അതിനുള്ള സാഹചര്യങ്ങളും മറ്റും ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അതങ്ങനെ ഒരന്വേഷണം നടത്താതിരിക്കുന്നതാണ് ഉത്തമം. പിന്നെ ആർക്കെങ്കിലും അതിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം, നിരാശപ്പെടുത്തുന്നില്ല. ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്വൈതത്തിൽ തന്നെ, അദ്വൈതം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ തന്നെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ ഒരു ആയുസ് കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റും. വായിച്ചു തീർക്കാൻ ഒക്കത്തില്ല. ബൃഹദാരണ്യോപനിഷത്തിന്റെ വാർത്തകം തന്നെ എത്ര വലുതാണ്. അത് മുഴുവൻ വായിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ അതിന് മുഴുവൻ അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വ്യാഖ്യാനം വേണം. മുഴുവൻ ആനന്ദഗിരി വ്യാഖ്യാനത്തോടുകൂടിയോ ഇപ്പൊ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അത് തന്നെ വായിച്ചു തീരാൻ എത്രയോ പ്രയാസമാണ്. ഇതിന് ബ്രഹ്മസൂത്രം തന്നെ അതിന്റെ വ്യാഖ്യാനങ്ങളോടുകൂടി ഒരാൾക്ക് വായിച്ചു തീർക്കാൻ ഒരു പുരുഷായുസ് പോലെ. ഈ പുസ്തകങ്ങളുടെ പേര് പറയുന്നതിന് തന്നെ ഒരു ദിവസം പോരാതെ. അത്രമാത്രം
വിപുലമാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്ന ആധ്യാത്മിക ശാസ്ത്രം. അപ്പൊ അതിലേക്ക് അങ്ങനെ കടന്നു പോവുക പൂർവ്വ സംസ്കാര ബലം ഇല്ലാതെ സാധ്യമല്ല. ഉള്ളവർക്ക് അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കാം, എത്ര വലുതാണ്, അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് അവിടെ ഇവിടെയായിട്ട്. അപ്പൊ ഇവിടെ പറയുന്ന നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവന്ന ഭാഗം ഇതാണ്, നിർദ്വന്ദ്വം. ഇതിന്റെ ചുരുക്കം ഇതാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, സുഖദുഃഖ ഹേതു സത്പ്രതിപക്ഷവും പദാർത്ഥവും ദ്വന്ദ്ശബ്ദവാച്ചു തതോ നിർഗതോ നിർദ്വന്ദ്വോ ഭവ. ദ്വന്ദ്വം എന്നുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നത് സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന വിരുദ്ധ സ്വഭാവമുള്ള പദാർത്ഥങ്ങളാണ്. അതിൽ നിന്ന് നിർഗതനായിരിക്കുക, നിർദ്വന്ദ്വനായിരിക്കുക. അത് മനസ്സിന്റെ സമത്വമാണ് നിർദ്വന്ദ്വാവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിന്റെ സമത്വം എന്ന് പറയുന്നത് ഇവിടെ ഈ ജയപരാജയങ്ങൾ, മാനാപമാനങ്ങൾ, ഇതെല്ലാം മനസ്സിൽ സൃഷ്ടിക്കുന്ന സുഖ ദുഃഖങ്ങളിൽ നിന്നും കാമക്രോധങ്ങളിൽ നിന്നും എല്ലാം മനസ്സിനെ മുക്തമാക്കി നിർത്തുക. അതാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം. പ്രധാനമായും മനസ്സിൽ വരുന്നത് രണ്ടുമാണ്, കാമക്രോധങ്ങൾ. അതിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് മനസ്സിലുണ്ടാകുന്ന വശ്യംഭാവിയായി വരുന്ന ഈ വികാരങ്ങളെ തടയുക, അതിനെ വരാൻ അനുവദിക്കാതിരിക്കുക. മറ്റൊന്ന് വന്നതിനെ നശിപ്പിക്കുക. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് സമമായിരിക്കും. കാരണം ഇതെല്ലാം മനസ്സിന്റെ തന്നെ പരിണാമങ്ങളാണ്. നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഒരു ഉദാഹരണം എടുത്തിട്ട്, കാമസങ്കല്പത്തെ എടുത്തിട്ട് ചർച്ച ചെയ്തു. എങ്ങനെ അതിനെ മനസ്സിൽ കടന്നു വരാതിരിക്കാൻ നമുക്കെങ്ങനെ അതിനെ ചെറുക്കാൻ പറ്റും, എങ്ങനെ അതിനെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ക്രോധവും അതുപോലെ ഒരു വിഷയമാണ്. കാമത്തിന് തുല്യമുള്ളതാണ്. അതും അന്ധകരണത്തിന്റെ ഒരു ശക്തമായ വികാരമാണ്. ക്രോധം കാമവും തമ്മിൽ കാര്യകാരണ ബന്ധമുണ്ട്. കാമ ക്രോധോഭിജായത. ഇനി പറയുന്നത് വിശദമായിട്ട്. കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കാമം ഇച്ഛ, കാമഭംഗം, ഇച്ഛാഭംഗം, അത് ക്രോധത്തിന് കാരണമായി തീരും. ക്രോധത്തിനെ ജയിക്കുന്നതും വലിയ പ്രയാസമാണ്. ക്രോധത്തിനെ ജയിക്കുന്നതിന് വേണ്ടി എന്താണ് ഉപദേശിക്കുന്നത് ശാസ്ത്രങ്ങളിൽ, ആചാര്യന്മാർ? ക്രോധത്തെ ജയിക്കുന്നതിന് വേണ്ടി പ്രധാനമായി പറയുന്നത് ക്ഷമ. ക്ഷമ കൊണ്ട് ജയിക്കാനാണ് പറയുന്നത് ക്രോധത്തെ. ക്രോധം ശത്രുക്കളോടാണ് ഉണ്ടാകുന്നത് സാധാരണ. ആരെക്കുറിച്ചാണ് നമ്മൾ ശത്രുത വിചാരിക്കുന്നത്, അവരെ കുറിച്ച് ക്രോധം ഉണ്ടാകും. അല്ലെങ്കിൽ ഏത് വിഷയത്തെയാണോ പ്രതികൂലമായി നമ്മൾ കാണുന്നത്, തനിക്ക് പ്രതികൂലമായി എന്ത് കാണുന്നോ ആ വിഷയത്തിൽ ക്രോധം ഉണ്ടാകും. ആ ക്രോധം, അത്തരം പ്രതികൂല ഭാവന മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നീടത് ഒരു ജീവന്റെ ഉള്ളിൽ അയാളുടെ അനുവാദം കൂടാതെ തന്നെ കടന്നു വരുന്നതാണ്. ക്രോധം വന്ന് കാമത്തെ പോലെ അത് അസ്തമിച്ചേ മനസ്സിലാവൂ താൻ ക്രോധത്തിന് അധീനനായിപ്പോയി എന്ന്. അതേ സ്വഭാവമുള്ളതാണ്. അതും ശക്തമായ വികാരമാണ്. ജീവന്റെ നിയന്ത്രണത്തിന് അധീനമല്ല പലപ്പോഴും.
അതും ഈ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായി ആത്മീയ ജിജ്ഞാസുക്കളിൽ നിൽക്കുന്ന ഒരു ശക്തമായ വികാരമാണ്. അതുകൊണ്ട് അതിന് ക്ഷമ ഉണ്ട്. ക്രോധത്തെ നിയന്ത്രിക്കാൻ പറയും. അതായത് തനിക്ക് അപകാരം ചെയ്യുന്ന ഉപദ്രവം ചെയ്യുന്ന ഇവരോടാണ് സാധാരണ നമുക്ക് പ്രതികൂല മനോഭാവം ഉണ്ടാകുന്നത്. വ്യക്തികളോടും വസ്തുക്കളോടും വിഷയങ്ങളോടും. അവിടെയെല്ലാം മനസ്സിൽ ക്ഷമിക്കുക. ക്ഷമിക്കുമ്പോൾ ആ പ്രതികൂല മനോഭാവം മനസ്സിലുണ്ടാകാൻ അനുവദിക്കാതിരിക്കുക. ഒരാൾ നമ്മൾ വളരെയധികം ഉപദ്രവിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ ആദ്യം അങ്ങനെ ഒരു തോന്നൽ വരുന്നു. അത് വാസ്തവമായിരിക്കും. ഒരാൾ നമ്മൾ ഉപദ്രവിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അയാളെ കുറിച്ച് ശത്രുത മനോഭാവം മനസ്സിൽ വരുന്നു. അതിന്റെ തുടക്കം ശത്രുവാണെന്ന് വരുന്നു. അപ്പൊ ശത്രുവിനോട് എങ്ങനെ പെരുമാറണം? ധർമ്മശാസ്ത്രം, നീതിശാസ്ത്രം അതൊക്കെ പറയുന്നത് ശത്രുവിനെ തകർക്കുക എന്നുള്ളതാണ്, നശിപ്പിക്കുക എന്നാണ് പറയുന്നത്. ധർമ്മശാസ്ത്രമെല്ലാം ആ വഴിയാണ് പറയുന്നത്. പക്ഷെ അധ്യാത്മശാസ്ത്രം അതല്ല പറയുന്നു. അധ്യാത്മശാസ്ത്രം പറയുന്നത് അത്തരം തകർക്കുന്നതിനൊന്നും ഒരുവന് അവകാശമുണ്ട്. കാരണം ഇവിടെ പിന്നെ സ്വധർമ്മം നോക്കേണ്ടി വരും. എന്താണ് സ്വധർമ്മം? അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. സ്വധർമ്മം അനുസരിച്ച് വരുമ്പോൾ ഒരുവിന്റെ സ്വധർമ്മം അതല്ലാതെ ആകുന്നു. ശത്രുവിനെ തകർക്കുകയല്ല, മറിച്ച് അവിടെ ക്ഷമിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? ഒരാൾ നമ്മൾ നിരന്തരം ഉപദ്രവിക്കുമ്പോൾ അവിടെയും മുഖ്യമായി വരുന്നത് തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള ബോധമാണ് അവിടെ ആവശ്യമായി വരുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇതിനെ എങ്ങനെയാണ് ഒരാൾ കാണുന്നത്? കാരണം ഒരാൾ നമ്മളെ ഉപദ്രവിക്കുന്നത് രണ്ടു തരത്തിലാവും. ഒന്നുകിൽ തക്കതായ കാരണം കാണും, അല്ലെങ്കിൽ കാരണമില്ലാതെ. രണ്ടു തരത്തിൽ ഉപദ്രവിക്കാം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് നീതിശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിന്റെയൊക്കെ വെളിച്ചത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതികരണം അടിക്കടി അത് തന്നെ. പക്ഷേ അധ്യാത്മശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരാൾ നമ്മളെ അകാരണമായ അല്ലെങ്കിൽ കാരണത്തോടുകൂടി ഉപദ്രവിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും പൂർവ്വകാരണം ഉണ്ടായിരിക്കുമെന്നാണ്. നമ്മളെന്തെങ്കിലും അപകാരം തിരിച്ചും ചെയ്തിരിക്കണം. ഇപ്പൊ തിരിച്ചു വരികയാണ്. നമ്മളും എന്തെങ്കിലും ഉപദ്രവിച്ചിരിക്കണം. ഇത് അനാദിയായി തുടർന്നു വരികയാണ്. കാകോലൂക ന്യായം പോലെ, കാക്കയും മൂങ്ങയും പോലെ അവരിങ്ങനെ അനാദിയായ ശത്രുക്കളായിരിക്കുകയാണ്. അതുപോലെ ഈ ഉപദ്രവം ഇപ്പൊ തുടങ്ങിയതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമായി പല കാലങ്ങളിലായി തുടർന്നു വരികയാണ്. ഒരു ആധ്യാത്മിക ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതിനെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനല്ല ആഗ്രഹിക്കുന്നത്, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ്. ഇനി ഇത് നിർത്തണം. ഇത് അനാദിയായി തുടർന്നു വരികയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആദ്യം ആര് തുടങ്ങിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് രണ്ടു കൂട്ടരും പലതവണ ഇത് വന്ന് ഇപ്പോഴും ഇത് ആവർത്തിക്കുന്നു. ഇതിവിടെ അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ എത്രയെല്ലാം ക്ഷമിച്ചിട്ടും മറ്റവൻ ക്ഷമിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ് എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പക്ഷെ അങ്ങനെ കരുതി കഴിഞ്ഞാൽ വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. രണ്ടു കൂട്ടർക്കും തുടരേണ്ടി വരും. അപ്പൊ എന്തായാലും ഒരാളിതിനെ നിർത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതായത് ഒരു ആത്മീയ ജിജ്ഞാസയുള്ള ഒരാളിനെ ഇത് നിർത്താൻ ആഗ്രഹം വരും. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? അവിടെ പ്രതികരിക്കുന്നില്ല.
മറ്റുള്ളയാൾ പ്രതികരിക്കുന്ന അതേ രീതിയിൽ പ്രതികരിക്കുന്നില്ല. തന്റെ ശത്രു എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതേപോലെ പ്രതികരിക്കുന്നില്ല. അപ്രതീകാരപൂർവകം എന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ അടിച്ചാൽ അതേ രീതിയിൽ അയാൾ തിരിച്ചടിക്കാൻ വരുമ്പോഴുന്നില്ല. അത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കത്തില്ല. സാധാരണ അങ്ങനെയാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ അവിടെ അയാൾ സ്വധർമ്മം എന്താണെന്ന് നോക്കുന്നു. അത് പ്രതികരിക്കാതിരിക്കുന്നു. അപ്പോൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉപദ്രവം കൂടത്തില്ലേ എന്ന് ചിന്തിക്കും. കൂടിക്കൂടി വരത്തില്ലേ? അപ്പോൾ അവിടെ അയാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? തന്റെ ആധ്യാത്മിക നിലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉപദ്രവം കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? ആണ് ഒന്ന് പ്രധാനമായിട്ട് പറയുന്നത് ഏത് സാഹചര്യങ്ങളാണോ ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ഒന്ന്, ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി വയ്ക്കുക. സാഹചര്യങ്ങൾ ഒഴിവാക്കി വയ്ക്കുക. ആരാണോ ഉപദ്രവിക്കുന്നത് അങ്ങോട്ട് അടുക്കാതിരിക്കുക. പോയി തല്ല് വാങ്ങാതിരിക്കുക. അതൊരു നല്ല ഉപായമാണല്ലോ. തിരിച്ച് പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ പോയി തല്ല് വാങ്ങും. ഒന്ന് തന്നെങ്കിൽ ഞാൻ തിരിച്ച് രണ്ട് കൊടുക്കുന്നു. ഇതങ്ങനെയല്ല. അയാൾ ഒന്ന് സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. അതായത് തന്നെ ശിക്ഷിച്ചു, തിരിച്ച് ശിക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഗുരുവിന്റെ സന്നിധി രണ്ടുപേര് കഴിക്കുന്നു. അപ്പോൾ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നു. ഉപദ്രവിച്ചതുകൊണ്ട് അയാൾ തിരിച്ച് ഉപദ്രവിക്കുന്നു. ക്രോധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്രോധമാണ് ഇതിനെല്ലാം മൂലമായിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? അത് സ്വധർമ്മമല്ല. കാരണം തന്നെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അയാളെ ശിക്ഷിക്കുന്നതിന് തനിക്ക് അവകാശമില്ല. അത് പോലീസുകാരന് കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ആളെ പിടിച്ച് ജയിലിലിടാനേ അവകാശമുള്ളൂ. ശിക്ഷിക്കാൻ അവകാശമില്ല. ശിക്ഷിക്കണമെങ്കിൽ അതിന് ജഡ്ജി തന്നെ വരണം. ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കണം. അപ്പോൾ ശിക്ഷിക്കും. അതുപോലെ തിരിച്ച് ശിക്ഷിക്കാനുള്ള അവകാശം ഇല്ല. അതിന്റെ അവകാശം എന്ന് പറയുന്ന ആർക്കാണ്? ഗുരുവിനാണ്. പിടിച്ച് ഗുരുവിന്റെ മുമ്പിൽ ഹാജരാക്കുക. അതാണ് സ്വധർമ്മം. അതായത് താൻ പ്രതികരിക്കാതിരിക്കുക. അപ്പോ അതൊരു ഒരാൾ ഒരു കാരണമില്ലാതെ നമ്മളെ ഉപദ്രവിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളാം, തീർച്ചയായിട്ടും അതിനെന്തോ കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കാരണം നമുക്കറിയില്ലെന്നേ ഉള്ളൂ. പൂർവ്വജന്മങ്ങളെ അയാൾ ഉപദ്രവിച്ചിരിക്കും ഒരുപാട്. അതുകൊണ്ടാണ് ഈ ജന്മത്തെ ഉപദ്രവിക്കുന്നു. അപ്പോൾ അതൊന്നും ആലോചിച്ചാൽ പിടികിട്ടത്തില്ല. അപ്പോൾ അവിടെ എന്താണ്? മനസ്സിൽ ശത്രുതാഭാവം വയ്ക്കാതെ അതിന് അയാൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടത് ഈശ്വരനാണ് എന്ന് കരുതുക. താൻ ശിക്ഷിക്കാതിരിക്കുക. എന്നുവെച്ചാൽ ഇവന്റെ തലയിൽ ഇടി വീണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയല്ല. ദൈവം കൊടുത്തോട്ടെ വേണ്ടത് എന്ന് കരുതുകയല്ല. അതൊരു നിയമമാണ്. ആ നിയമത്തെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈശ്വരന് അല്ലെങ്കിൽ ഗുരുവിന് ശിക്ഷിക്കാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുക. അപ്പോൾ അത് വേണ്ട. അപ്പോ നമ്മൾ മനസ്സുകൊണ്ട് അതിനൊരു സാധനയായിട്ടെടുക്കുക, ആധ്യാത്മിക സാധനയായിട്ടെടുക്കുക. നമ്മൾ ശിക്ഷിക്കാതിരിക്കുക. അപ്പൊ ശിക്ഷിക്കുന്നതിന് കർമ്മത്തിന്റെ നിയമം ഇതെല്ലാം അറിയുന്ന ഈശ്വരൻ തന്നെയുണ്ട്. ഈശ്വരൻ തന്നെ അതിന് ശിക്ഷ കൊടുക്കും എന്ന് കരുതി നിശബ്ദത പാലിക്കും. എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും നിശബ്ദത പാലിക്കും. അവിടെ സംഘർഷം ഒഴിവാകും, സ്വസ്ഥത വരും.
തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കുന്ന ഒരാളിനെ, ഒരു സാധകനെ കൂടുതൽ കാലം ഉപദ്രവിക്കാനൊക്കത്തില്ല. കുറേയൊക്കെ തുടർന്ന് ഉപദ്രവിച്ചെന്നിരിക്കും, പക്ഷേ അതവിടെ അവസാനിക്കും. കാരണം ഇതൊരു നിയമമാണ്. ഒരു സമൂഹത്തിൽ ഒരുവന്റെ മനസ്സ് ഇത്തരം വികാരങ്ങൾക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊരു പകർച്ചവ്യാധി പോലെയാണ്. അത് പകരും, ചുറ്റുപാടുമെല്ലാം പകരും. മറ്റുള്ളവരുടെ അന്ധകരണവും അതുപോലെ തന്നെ പരിണമിക്കും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ആത്യന്തികമായി പറയുന്നത് എന്താണ് ഇവിടെ നമ്മുടെ ശാസ്ത്രത്തിൽ? ഇവിടെ ഈ അന്ധകരണം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് രണ്ടല്ല, വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. രണ്ട് മനസ്സില്ല. അപ്പോൾ ഒന്നിൽ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റേതിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മളോട് ഒരാൾക്ക് ശത്രുത ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിന് ശത്രുത വരുന്നു. മറിച്ചൊരാളോട് മിത്രഭാവം വരുമ്പോൾ അയാളുടെ മനസ്സിനും മൈത്രി വരുന്നു. അതുകൊണ്ട് യോഗശാസ്ത്രത്തിനും മറ്റും ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യും. ഇനി ഗീതയിലും വരുന്നുണ്ട്. മൈത്രി ഭാവം അത് ശീലിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ യോഗത്തിൽ പറയുന്നത് എന്താണ്? ശത്രുവാണ്, മൈത്രി എന്തായാലും രക്ഷയില്ലെങ്കിൽ ഉദാസീന ഭാവം വിചാരിക്കും, അതിനെ അവഗണിക്കുക. അത് പറയുന്നുണ്ട്. ശരി, സുഹൃത്തുക്കളിൽ മാത്രം മതി മൈത്രി. ശത്രുക്കളിൽ ഉദാസീന ഭാവമാകാമല്ലോ. അവൻ ശത്രുവാണെന്ന് ഗണിക്കുന്നേയില്ല. അതാണ് ഉദാസീന ഭാവം എന്ന് പറയുന്നത്. ശത്രുവിനെ ശത്രുവായി ഗണിക്കുന്നില്ല. ഇതെല്ലാം പറയണം. ഇതിനൊന്നും ഒരിക്കലും നീതിശാസ്ത്രമായിട്ടോ ധർമ്മശാസ്ത്രമായിട്ടോ ബന്ധപ്പെടുത്തരുത്. ഇത് കേവലം ആധ്യാത്മിക സാധനയുടെ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രമാണ് ഈ പറയുന്നത്. യുദ്ധത്തിന്റെയൊക്കെ തലം വേറെയാണ്, അത് ഇതിന്റെ അല്ല. അതും ഇതും കൂടെ നമ്മൾ അനാവശ്യമായി ബന്ധപ്പെടുത്തരുത്. ഇത് തികച്ചും വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. ഒരു വ്യക്തിയുടെ ആന്തരികമായ സാധനയാണ്. അവിടെ എങ്ങനെ ഈ പറയുന്ന അപ്രതീകാരം, ഈ പറയുന്ന നിർദ്വന്ദ്വാവസ്ഥ എങ്ങനെ വരും, അവിടെ എങ്ങനെ ക്രോധത്തെ കൈകാര്യം ചെയ്യും, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ശത്രുവിനെ ോട് മൈത്രി പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ശത്രുവിനോട് ഉദാസീനത പുലർത്തുക എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. ഉദാസീനതായിരിക്കുക. ശത്രുവിനെ ശത്രുവായി ഗണിക്കുന്നേയില്ല, മിത്രമായും ഗണിക്കുന്നില്ല. അങ്ങനെ ഒരാളെ ഇല്ല, അതങ്ങ് മറന്നേക്കുക. അങ്ങനെ വരുമ്പോ അന്ധകരണം ശാന്തമാകുന്നു. ഇതെല്ലാം വരുന്നത് കർമ്മയോഗത്തിന്റെ തലത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ശത്രുമിത്രങ്ങളുണ്ടാവും. ജ്ഞാനികൾക്ക് പോലും ഉണ്ട് ശത്രുമിത്രങ്ങൾ. അപ്പോൾ ഒരു സാധകന്റെ കാര്യം പറയാനുണ്ടോ? അവതാര പുരുഷന്മാർക്ക് വരെ ശത്രുക്കളുണ്ട്. പിന്നെ സാധകനും അതുണ്ടാവും. അയാൾക്ക് ആ ശത്രുതാ മനോഭാവം മനസ്സിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ബാഹ്യമായ ശത്രു അവിടെ നിൽക്കും. എന്തുകൊണ്ടത് നേരത്തെ സമ്പാദിച്ചതാണ്. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. മരണം വരെ അവൻ ശത്രുവായി തന്നെ നിൽക്കും. പക്ഷെ ആ മനോഭാവത്തെ മാറ്റിയെടുക്കാം. പറഞ്ഞല്ലോ, ആ കർമ്മയോഗ അനുഷ്ഠാന വേളയിലും അയാളുടെ മനസ്സിന് ശാന്തി സമാധാനം വേണം. വേണമെങ്കിൽ ശത്രുവിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി പറ്റും. ശത്രുവിനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളിതിനിപ്പോൾ ഒരു സമൂഹമായിട്ടിരിക്കുന്നെങ്കിലും എത്രയോ ശത്രുക്കളും മിത്രങ്ങളുമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പുറത്ത് പറയാൻ പാടില്ലാത്തൊരു പരമാർത്ഥ സത്യമാണ്. ഒരുപാട് ശത്രുക്കളും മിത്രങ്ങളും ഒരുമിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. അതൊരു സമൂഹത്തിലെപ്പോഴും അത് കാണും. അല്ല, മനസ്സിനത് ആവശ്യമാണ്. ഇനി ശത്രുവില്ലെങ്കിലും ചിലപ്പോൾ മനസ്സ് അങ്ങനെ ഒരു ശത്രുവിനെ സൃഷ്ടിക്കും. ഇയാളെന്റെ ശത്രുവാണെന്ന് കൽപ്പിക്കും. വാസ്തവത്തിൽ ശത്രു ആയിരിക്കണമെന്നില്ല, എന്നാലും അത് കൽപ്പിക്കും. അതൊക്കെ മനസ്സിന്റെ വികൃതികളാണ്. അവിടെ ഒന്ന് ഈ തരത്തിൽ നമ്മൾ ശത്രുവിനോട്
മൈത്രി പുലർത്തുക, അങ്ങനെ ക്രോധത്തെ ഒഴിവാക്കാം. അല്ലെങ്കിൽ ശത്രുവിനോട് ഉദാസീന ഭാവം പുലർത്തുക. ആരാണോ നമ്മൾ ശത്രു എന്ന് കരുതുന്നത് അയാൾ ശത്രു ആയിരിക്കണമെന്നൊന്നുമില്ല, ഒരു സങ്കല്പമായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു ശത്രുഭാവന വരുമ്പോൾ അങ്ങനെ മനസ്സിൽ മൈത്രി ഭാവനയിലൂടെ അല്ലെങ്കിൽ ഉദാസീന ഭാവനയിലൂടെ അങ്ങനെ ആ ശത്രുതയെ സ്വന്തം മനസ്സിൽ നിന്ന് കളയാൻ പറ്റും. അങ്ങനെ ഒരുവന്റെ മനസ്സ് ഈ ശത്രുവിമുക്തമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശത്രുവിന്റെ മനസ്സും അതുപോലെ തന്നെ മാറും. കാരണം മനസ്സൊന്നല്ല. ഇവിടെ പരിണാമം സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് മറുവശത്ത് സംഭവിച്ചേ പറ്റും. അപ്പോൾ ബാഹ്യമായിട്ടുള്ള ഉപദ്രവം കുറയും. ആ രീതിയിലാണ് ആധ്യാത്മിക സാധനയിൽ ശത്രുവിനെ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ശത്രുവിനോട് ഏറ്റുമുട്ടി ശത്രുവിനെ ജയിച്ചിട്ടോ പരാജയപ്പെടുത്തിയിട്ടോ അല്ല. ആ രീതിയിൽ അത് സാധ്യമല്ല. അത് സ്വധർമ്മമല്ല. സ്വധർമ്മമല്ല എന്ന് പറയുമ്പോൾ ഒരു ബ്രഹ്മചാരിയുടെ സന്യാസിയുടെ സ്വധർമ്മം. അപ്പൊ പെട്ടെന്ന് പിന്നെ അർജുനനോ? അർജുനന്റെ സ്വധർമ്മം വേറെ, ക്ഷത്രിയന്റെ ധർമ്മമാണ്. ക്ഷത്രിയന്റെ ധർമ്മം അതെന്താണ് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അത് വർണ്ണധർമ്മത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മൾ ജീവിക്കുന്നതോ ആശ്രമധർമ്മത്തിൽ. നമ്മൾ ചർച്ച ചെയ്യുന്ന ആശ്രമധർമ്മത്തെക്കുറിച്ചാണ്, വർണ്ണധർമ്മത്തെക്കുറിച്ചല്ല. വർണ്ണധർമ്മത്തിൽ ഒരു രാജാവിന് ശത്രുവിന് അക്രമിയാണ് അവിടെ ശത്രു. പ്രജാസംരക്ഷണത്തിന് വേണ്ടി അവിടെ എതിടേണ്ടി വരും, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആശ്രമധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ വ്യക്തിജീവിതത്തിൽ ഒരാൾ മനസ്സിൽ നിന്നും ആ ശത്രുതയെ കളഞ്ഞു. ഇങ്ങനെ പല ഉപായങ്ങളുണ്ട്, ഒരുപാട് ഉപായങ്ങളുണ്ട്. ഒന്ന് ചിന്തിക്കുക, ഈ കർമ്മ നിയമത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത് പ്രാരബ്ധമാണ് ശത്രുവിന്റെ രൂപത്തിൽ വരുന്നത്. എവിടെ പോയാലും വരും. നമ്മൾ വീട്ടിൽ നിന്ന് ആശ്രമത്തിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്. പക്ഷെ ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും അയാളുടെ കർമ്മത്തെയും കൊണ്ടാണ് വന്നത്. കർമ്മത്തെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അവിടെ ശത്രുവിനെയും മിത്രത്തെയും കൊണ്ടാവുന്നത്. എവിടെ പോയാലും അത് കൂടെ കാണും. തന്റെ ചുറ്റുമിരിക്കും, വലത്തും ഇടത്തുമായിട്ടിരിക്കും ശത്രുവും മിത്രവും. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അയാൾക്ക് പിന്നെ വേണ്ടത് എന്താണ്? അയാൾക്ക് പിന്നെ വർണ്ണധർമ്മമാണോ അതേ ആശ്രമധർമ്മമാണോ വേണ്ടത്? ആശ്രമധർമ്മമാണ് വേണ്ടതെങ്കിൽ ഇതിനെ ഉപേക്ഷിക്കുക. അപ്പൊ ശത്രുവിനെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ദൃഷ്ടി നോക്കുമ്പോൾ മിത്രത്തെയും ഉപേക്ഷിക്കേണ്ടി വരും. മിത്രവും ചിലപ്പോൾ ഫലത്തിൽ ശത്രുവായിരിക്കും. അവിടെയും ഉദാസീന ഭാവം തന്നെ ചിലപ്പോൾ പുലർത്തേണ്ടി വരും. മിത്രം ശത്രുവായി മാറാം. അതുകൊണ്ട് ഉദാസീനത ഒന്ന് സ്വീകരിക്കുക. മാനസികമായ ഉദാസീനത, അതിന് ശ്രദ്ധിക്കാതിരിക്കുക. പിന്നെ മറ്റൊന്ന് ഇവിടെ പൊതുവെ പറയുന്ന ആത്മഭാവന, ആത്മചിന്തനം. ആത്മഭാവന, ആത്മചിന്തനം ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അന്യമായിട്ട് ആരുമില്ല, ശത്രുവില്ല, മിത്രമില്ല. ആ സമഭാവന ശീലിക്കുന്നതുകൊണ്ടും ശത്രുമിത്ര ഭാവത്തെ ഒഴിവാക്കാം. തനിക്ക് അന്യമായി ഒരുവനുണ്ടെങ്കിലേ അവന് ശത്രുവായിട്ടോ മിത്രമായിട്ടോ സ്വീകരിക്കാൻ പറ്റും. നിരന്തരം ആത്മാനുസന്ധാനം ചെയ്ത് കർമ്മയോഗത്തിൽ മുഴുകുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അന്യനായ ആരും കാണുന്നില്ല, തന്നിൽ അന്യമായി ഒന്നിനെയും കാണുന്നില്ല. അങ്ങനെയും ശത്രുവിനെ ഒഴിവാക്കാം. ഇനി മറ്റൊരു ഉപായമുണ്ട്, പ്രധാനപ്പെട്ടാണ്. മറ്റൊരു അറിവ് എന്താണ്? നമ്മൾ ശത്രുക്കളെ ആഗ്രഹിക്കുക. അതൊരു നല്ല വഴിയാണ്.
ശത്രുക്കൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ അതുകൊണ്ടെന്താ ഗുണം? കാരണം ഈ ഒരു ജീവനിൽ പാപപുണ്യങ്ങൾ മിശ്രമായിരിക്കുന്നു. അപ്പോൾ ഈ പാപം നശിക്കുന്നതിന് പല ഉപായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പാപം അനുഭവിച്ച് തീർക്കുക, മറ്റൊന്ന് പ്രായശ്ചിത്തം കൊണ്ട് നശിപ്പിക്കുക, ഈശ്വര ആരാധന കൊണ്ട് നശിക്കുക, ഗുരുപ്രസാദം കൊണ്ട് നശിക്കുക. ഇങ്ങനെ പലതരത്തിൽ പാപനാശം സംഭവിക്കും. അതുപോലെ പാപത്തെ നശിപ്പിക്കുന്ന ഒരാളാണ് ശത്രു. അപ്പൊ ശത്രുവിന്റെ നിന്ദ, ശത്രു എന്ന് പറയുന്ന ആരാണ്? നമ്മളെ നിന്ദിക്കുന്നവനാണ്. ശത്രു ഒരിക്കലും സ്തുതിക്കത്തില്ല. ശത്രു നിന്ദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ നിന്ദ കൊണ്ട് ആ നിന്ദ ചെന്ന് ബാധിക്കുന്നത് ഈ സാധകന്റെ പാപങ്ങളെയാണ്. പുണ്യത്തെ നിന്ദയ്ക്ക് സ്പർശിക്കാൻ കഴിയില്ല. അപ്പോൾ ആ പാപം എല്ലാം ഈ നിന്ദ കൊണ്ട് നശിച്ചു പോകും. നിന്ദിക്കുന്നവന്റെ പുണ്യവും അതുകൊണ്ട് നശിക്കും. അപ്പൊ അങ്ങനെ ശത്രു ഉണ്ടായിരിക്കട്ടെ. ശത്രു വാസ്തവത്തിൽ ഉപകാരമാണ് ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ശത്രുക്കൾ, അതായിരിക്കും ഒരു പക്ഷേ ആശ്രമത്തിൽ വന്നാണ് ശത്രുക്കൾ കൂടെ വരുന്നത്. ഈ പാപങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പം നമ്മൾക്ക് ആരോടെങ്കിലും ശത്രുതാ മനോഭാവം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് കാര്യങ്ങളാണ്. ഒന്നവർക്ക് ഗുണം ചെയ്യുന്നു, അതായത് അവരുടെ പാപം നശിപ്പിക്കുന്നു. മറ്റൊന്ന് ആ ശത്രുതാ മനോഭാവം തന്നിലിരിക്കുന്ന പുണ്യത്തെ നശിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് അതും വേറൊരു തത്വമാണ്. തത്വജ്ഞാനികളെ കുറിച്ച് പറയുന്നതാണ്. തത്വജ്ഞാനികളെ നിന്ദിക്കുന്നവർ അവരുടെ പാപത്തെ സ്വീകരിക്കുന്നതാണ്. അവന്റെ പാപം ഉണ്ടാകുമെന്ന് പെട്ടെന്ന് സംശയം വരും. അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. പ്രാരബ്ധ രൂപത്തിൽ അനുവർത്തിക്കുന്നു. പാപം കാണും. അതുകൊണ്ടാണ് ശരീരം നിലനിൽക്കുന്നത്. അത് ജ്ഞാനത്തിന് തടസ്സമല്ല. അല്ലാതെയുള്ള പാപം അവന് ശേഷി. അപ്പോൾ ആ പാപത്തെ അവരങ്ങ് സ്വീകരിച്ചു. ബ്രഹ്മഹത്യാപാപം പോലെയുള്ള പാപങ്ങളല്ല, അല്ലാതെ വരുന്ന പാപം. അത് അവരങ്ങ് സ്വീകരിച്ചോളും. അത് ജ്ഞാനിക്ക് ഒരു ദോഷം ചെയ്യുന്നില്ല, ജ്ഞാനിക്ക് അതുകൊണ്ട് ഗുണവുമില്ല. പക്ഷെ മറ്റവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനത് കൊണ്ട് നടക്കാം. അതാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുന്നവർ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പറയും എന്താണ്, അവർ ശപിച്ചതാണ്, ഞാൻ അവരൊരിക്കലും ശപിക്കുന്നില്ല. ഒരു ജീവിക്കും എന്തെങ്കിലും ദോഷം വരണമെന്ന് ഒരു തത്വജ്ഞാനി ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവനിത് സ്വയം സ്വീകരിക്കുന്നതാണ്, നിന്ദയിലൂടെ സ്വീകരിക്കുന്നതാണ്. അതാണ് അങ്ങനെ മഹാത്മാക്കളെ നിന്ദിക്കുന്നവർ കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. അവൻ കഷ്ടപ്പെടുന്നു, അവന്റെ വംശപരമ്പരയിൽ അത്തരം ദോഷങ്ങൾ സ്വീകരിക്കാനുള്ള ജന്മങ്ങളായിരിക്കും പിന്നെ വരുന്നത്. അതെല്ലാം എന്താണ്? ആ പാപത്തെ സ്വീകരിച്ചാണ്. അല്ലാതെ അവരൊരിക്കലും ആരെയും ശപിക്കത്തില്ല. പിന്നെ നമ്മുടെ ശത്രുവിന് അപ്പോൾ അത് വന്നു. അത് സാധകന്മാരിൽ എങ്ങനെ സംഭവിക്കുന്നു? സാധകന്മാരിൽ ഒരാൾ നിന്ദിക്കുമ്പോൾ അവന്റെ പാപത്തെ ആ നിന്ദ നശിപ്പിക്കുന്നു, അവന്റെ പുണ്യം സ്വയം നശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഒരാളോട് ഒരാൾക്ക് ശത്രുതാ മനോഭാവം വരത്തില്ല. ആധ്യാത്മിക സാധനയ്ക്ക് ഉപകരിക്കുന്ന ഒന്നല്ല അത്, അതുകൊണ്ട് ആവശ്യമുള്ളതല്ല എന്ന് കരുതി മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സ് സമാധാനപ്പെടുന്നു. അപ്പോൾ ഈ കർമ്മത്തിന്റെ ഈശ്വരീയമായ നിയമങ്ങളെ മനസ്സിലാക്കുക. ഗഹന കർമ്മണോ ഗതി, ഭഗവാൻ തന്നെ പറയും. കർമ്മത്തിന്റെ ഗതിവിഗതികൾ, അതായത് ഭൂതഭാവികൾ ഒന്നും നമുക്ക് പിടിയില്ല. പക്ഷെ വർത്തമാനകാലത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് കർമ്മഫലങ്ങളെ. അപ്പൊ ഇതെല്ലാം കർമ്മത്തിന്റെ ഫലമാണ് എന്നറിഞ്ഞ് മൈത്രി പുലർത്തേണ്ടിടത്ത് മനസ്സിൽ മൈത്രി ഭാവന, സമഭാവന, ഉദാസീന ഭാവന,
ഇതെല്ലാം സ്വീകരിക്കുമ്പോൾ ആ മനസ്സിന് ക്ഷമ വരും. അല്ലാതെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ക്ഷമിക്കുന്നു? എന്തായി ക്ഷമയെന്ന് പറയുന്നത്? ഈ ഭാവനകൾ മനസ്സിൽ ദൃഢപ്പെടുമ്പോഴാണ് ഒരാളുടെ മനസ്സിൽ ക്ഷമ എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ തന്നെ ഒരാൾ ഉപദ്രവിച്ചാലും മനസ്സിൽ ക്രോധം ഉണ്ടാകുന്നില്ല. മനസ്സിലൊന്നിൽ ഉദാസീന ഭാവന വരും, അല്ലെങ്കിൽ മൈത്രി ഭാവന വരും, അല്ലെങ്കിൽ ആത്മഭാവന വരും. അല്ലെങ്കിൽ അത്തരം എല്ലാ വിഷമങ്ങളും മനസ്സുകൊണ്ട് ഈശ്വരന് സമർപ്പിക്കുക. അതെല്ലാം ഈശ്വര നിശ്ചയമാണ്, ഈശ്വര കൽപ്പിതമാണ് എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിക്കുക. അപ്പോൾ അവിടെയും പ്രതികാരം ഒഴിവാക്കാം. സർവ്വ ഈശ്വരന് സമർപ്പിക്കുന്നതിലൂടെയും പ്രതികാരം ഒഴിവാക്കാം. ഇതെല്ലാം ഓരോ ഉപായങ്ങളാണ്. ഏതൊരു സാധകന്റെ മനസ്സിലാണോ ഇത്തരം ഉപായങ്ങളുള്ളത്, അയാളുടെ മനസ്സിൽ ക്രോധം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടായി. എവിടെയാണോ ഇച്ഛാഭംഗം, നേരത്തെ പറഞ്ഞല്ലോ, ആ സന്ദർഭത്തിലും മനസ്സിൽ ക്രോധം ഉണ്ടാകുന്നില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ, പൂർവ്വ സംസ്കാരവശാലോ മറ്റോ അകാരണമായി ക്രോധം ഉണ്ടായാലും അത് തുടർന്ന് ക്രോധത്തെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ ശാന്തമാകുന്നു. കോപം ശമിക്കുന്നു, സ്വയം ശമിച്ചു പോകുന്നു. അപ്പോൾ ഒന്നുകിൽ ഉണ്ടാകുന്നത് നശിക്കാം, അല്ലെങ്കിൽ പുതിയത് ഉണ്ടാകാതിരിക്കാം. അങ്ങനെ മനസ്സിന് ഒരവസ്ഥ വരുന്നതാണ് മനസ്സിന്റെ സമത്വം. അപ്പോൾ ഇത് കാമത്തെ സംബന്ധിച്ചും ക്രോധത്തെ സംബന്ധിച്ചും ഒരു കർമ്മയോഗി ശീലിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിന്റെ ഇത്തരത്തിലുള്ള സമത്വം. അതിന് നിരവധി ഉപായങ്ങളുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യാത്തതുമായിട്ടുള്ള ഇനിയും ആവശ്യങ്ങൾ വരും. അപ്പോൾ നമ്മളവിടെ തുടർന്ന് ചർച്ച ചെയ്യും. അങ്ങനെ മനസ്സിനെ എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിന്റെ ശാന്തി, മനസ്സിന്റെ സമാധാനം ഉള്ളവനെ കർമ്മയോഗിയാകുന്നുള്ളൂ. അത് ഈ കാമക്രോധങ്ങളെ ജയിക്കാതെ അത് സാധ്യമല്ല. അതിന് ഇത്തരം ഉപായങ്ങളെല്ലാം സ്വീകരിക്കാം. അതിന് സഹായിക്കുന്ന കാര്യമാണ് അടുത്ത് പറയുന്നത്, ത്വം നിത്യസത്വസ്ഥഃ സദാ സത്വഗുണാശ്രിതോ ഭവ. ഇവിടെ പറയുന്നത് നിത്യസത്വസ്ഥനായിരിക്കുക. സത്വസ്ഥൻ, സത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. അത് എങ്ങനെ നിത്യം എന്നർത്ഥം? സത്വഗുണത്തിൽ നമുക്ക് സ്ഥിതി ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മുടെ മനസ്സ് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനനുസന്ധാനം ചെയ്യുന്നു. മനസ്സിന് സാത്വികമായ പരിണാമമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് ഈ വിഷയത്തിലാണെങ്കിൽ, ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാകത്തില്ല, മനസ്സ് ആ വിഷയത്തിലാണെങ്കിൽ മനസ്സ് സാത്വികമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അതിന്റെ ലക്ഷണം? ഇത് തന്നെയാണ്, മനസ്സ് ശാന്തമായിരിക്കുന്നു. മനസ്സിൽ കാമക്രോധ വികാരങ്ങളെല്ലാം സ്വസ്ഥമായിരിക്കുന്നു. മനഃശാന്തി എന്ന് പറയുന്നത് നമ്മൾ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മനസ്സിന്റെ പരിണാമം, മനസ്സിന്റെ വൃത്തി എന്ന് പറയുന്നത് ശാന്തി വൃത്തിയാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളാണ് മനസ്സിൽ നിൽക്കുന്നത്. ഇതിന് സദാ നിലനിർത്തുക ആണ് നിത്യസത്വസ്ഥനായി. അതെങ്ങനെ നമുക്ക് കഴിയും? അവിടെയാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കാരണം നമ്മൾ സത്സംഗം ശ്രവിച്ചു കഴിഞ്ഞ് പോകുന്നത് ലോകത്തിലേക്കാണ്. അവിടെ വരുന്നത് നാനാതരത്തിലുള്ള ദ്വന്ദ്വാത്മകമായ വ്യവഹാരമാണ്. ആ വ്യവഹാരത്തിൽ മനസ്സിന്റെ ചിന്തകൾ പോകുന്നതും ദ്വന്ദ്വാത്മകമായിട്ടാണ്. അവിടെ നമ്മൾ ശാന്തിയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ഒന്നുമല്ല ചിന്തിക്കുന്നത്, വിഷയങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്.
അപ്പൊ അവിടെ ഈ പറയുന്ന സത്വഭാവം മനസ്സിനെങ്ങനെ കൈവരിക്കാൻ പറ്റും? അപ്പൊ സത്വഭാവം രണ്ടു തരത്തിലുണ്ട്. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒന്നിപ്പോ നമ്മളിൽ ഉണർന്നിരിക്കുന്ന സത്വഭാവം, മറ്റൊന്ന് മറ്റു സ്ഥലങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മളിലിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന സത്വഭാവം, അതായത് സത്വസംസ്കാരം. അപ്പോൾ ഒരുവൻ ആർജിക്കുന്ന സാത്വിക സംസ്കാരം, ആ സാത്വിക സംസ്കാരം ആണ് ഒരുവനെ വ്യവഹാരത്തിൽ ഒരുവന്റെ സത്വഗുണത്തെ നിലനിർത്തുന്നത്. നമ്മൾ സത്സംഗത്തിലൂടെയും മറ്റും നമ്മൾ രണ്ടു കാര്യം നേടുകയാണ്. ഒന്ന്, ആ തത്കാലത്തേക്ക് മനസ്സിന് വരുന്ന സത്വ അനുഭവം, ശാന്തിയുടെ, സമാധാനത്തിന്റെ, ശരിയായ രീതിയിലുള്ള സന്തോഷത്തിന്റെ, സന്തോഷം എന്ന് പറയുമ്പോൾ യോഗസൂത്രത്തിനും മറ്റും പറയുന്ന പോലെയുള്ള സന്തോഷമാണ്. സന്തോഷാത് അനുത്തമ സുഖലാഭം, സന്തോഷം കൊണ്ട് അനുത്തമമായ സുഖലാഭം ഉണ്ടാകുന്നു എന്ന് പറയും. ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്ന സുഖമല്ല, ആ സത്വത്തിന്റെ സ്ഥായിയായ പരിണാമമാണ്. അപ്പോൾ ആ സന്തോഷം അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സന്തോഷം ഉള്ളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഒന്ന്. പക്ഷെ ഇതിവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും ഇത് അവശേഷിപ്പിക്കുന്നത് എന്താണ്? സാത്വിക സംസ്കാരത്തെയാണ്. അതാണ് ഇതിന്റെ ഗുണം. മനസ്സ് ഏകാഗ്രതയോടുകൂടി ആത്മതത്വത്തെ ശ്രവിക്കുക, അതിനെ സ്മരിക്കുക, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക, ഇത് വരുമ്പോൾ മനസ്സിലെന്ത് വരുന്നു? സാത്വിക സംസ്കാരം ഉണ്ടാകും. ഇപ്പോൾ മനസ്സിലുണ്ടായിരിക്കുന്ന വൃത്തികളെല്ലാം നശിക്കുന്നു. അത് ജ്ഞാനത്തിൻ്റെതായാലും ശരി, ഭക്തിയുടേതായാലും ശരി, ആ വൃത്തികൾ അനുഭവവേളയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, നശിക്കുന്നു. പക്ഷെ അത് കൊണ്ട് നമുക്ക് കൈമുതലാകുന്ന എന്താണോ? വളരെ പ്രബലമായൊരു സാത്വിക സംസ്കാരം. ആ സംസ്കാരം നശിക്കത്തില്ല. അത് ഇത് ആവർത്തിക്കും തോറും ആ സംസ്കാരം വർദ്ധിച്ചു വരും. ആ സംസ്കാരമാണ് ഒരുവനെ വ്യവഹാരത്തിൽ സത്വനിഷ്ഠനാകുന്നത്. ആ സംസ്കാരമാണ്. ഇത്തരം ഒരു സംസ്കാരം ഇല്ലാത്തവൻ വ്യവഹാരത്തിലേക്ക് പോയാൽ, വ്യവഹാരം എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിലേക്ക് പോയാൽ, നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവനിൽ സാത്വികം കാണത്തില്ല. അവനിൽ ആ വ്യവഹാരത്തിന്റെ സ്വഭാവം അനുസരിച്ച് രാജസ താമസ ഭാവങ്ങളിൽ വ്യവഹാരം എപ്പോഴും രാജസ പ്രധാനമാണ്. അവ രാജസ താമസ ഭാവങ്ങളിൽ അവൻ വ്യവഹരിച്ചുകൊണ്ടിരിക്കും. അവൻ ഏത് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു ആ മണ്ഡലത്തിന് അനുസരിച്ച് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവന്റെ മനസ്സും ആ ഭാവങ്ങളിൽ നിൽക്കും, രാജസ താമസ ഭാവങ്ങളിൽ നിൽക്കും. പക്ഷെ ഒരാൾ അയാളുടെ ആധ്യാത്മിക സാധനങ്ങളിലൂടെ സത്വഗുണത്തെ നിരന്തരം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആധ്യാത്മിക സാധന എന്ന് പറയുമ്പോൾ സത്സംഗം, ധ്യാനം, ജപം, പ്രാർത്ഥന, പൂജ എല്ലാം വരും. ഈശ്വരീയമായ ആധ്യാത്മികമായിട്ടുള്ള ആ സാധനങ്ങളിലൂടെ അയാൾ സാത്വിക ഗുണത്തെ, സാത്വിക സംസ്കാരത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാസ്ത്രമാണ്, സാഖ്യന്മാരുടെ ശാസ്ത്രം. അവർ പറയുന്നത് ഗുണങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്യുമ്പോൾ പറയുന്നത് എന്താണോ? ഗുണങ്ങൾ പരിവർത്തനം ചെയ്യുന്നു. അത് സത്വരജ തമോ രീതിയിൽ സദാസമയം മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഏത് രീതിയിലാണോ നമ്മളതിനെ പരിണമിപ്പിക്കുന്നത് അതനുസരിച്ച് അത് പരിണമിച്ചോളും. അപ്പൊ സാത്വികമായ രീതിയിൽ നമ്മൾ ഈ മനസ്സിനെ പരിണമിപ്പിച്ചാൽ ആ സംസ്കാരം പ്രബലമായി വ്യവഹാരത്തിൽ നിൽക്കും. വ്യവഹാരത്തിനും അയാൾ സാത്വികനായി. സഹജമായ സാത്വികതയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ വ്യവഹാരത്തിൽ കാണിക്കുന്ന സാമാന്യ മര്യാദകളെ ഉദ്ദേശിച്ചല്ല പറയുന്നു.
നമ്മളിപ്പോൾ പ്രവർത്തനത്തിൽ ബാഹ്യമായിട്ട് നമ്മുടെ പെരുമാറ്റത്തിൽ മറ്റുള്ളവരോട് മര്യാദ കാണിക്കുന്നു. അതെല്ലാം വ്യാവഹാരികമായ രീതിയിൽ നല്ലത് തന്നെ. പക്ഷെ അതൊന്നും കൊണ്ട് ഒരാളുടെ ഉള്ളിൽ സാത്വിക ഗുണമുണ്ടെന്നുള്ളതിന് അതൊന്നും തെളിവല്ല. അതൊന്നും എന്റെ സാത്വികതയുടെ ലക്ഷണമല്ല. ഒരാൾ മധുരമായി സംസാരിക്കുന്നു, മധുരമായി പെരുമാറുന്നു, അതൊന്നും സാത്വികതയുടെ ലക്ഷണമല്ല. കാരണം മധുരമായി പെരുമാറുന്നയാളും അടുത്ത നിമിഷം ക്രോധിയായെന്ന് വരാം. സമാധാനത്തോടെ പെരുമാറുന്നയാളും അടുത്ത നിമിഷം സമാധാനം നഷ്ടപ്പെട്ടെന്ന് വരാം. മറിച്ച് സാത്വികതയുടെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഒരുവൻ ആ വ്യവഹാര മധ്യത്തിലും സമാധാനമുള്ളവനായിരിക്കുക. ഏത് വ്യവഹാരത്തിൽ നിന്നാലും അയാൾ ശാന്തമായിരിക്കുക, മനസ്സിൽ ശാന്തി ഉണ്ടായിരിക്കുക. അതാണ് സത്വത്തിന്റെ ലക്ഷണമായി പറയുന്നത്. ഏത് വ്യവഹാരത്തിനും അയാളുടെ വിവേകം നഷ്ടപ്പെടാതിരിക്കുക, അത് വിവേകപൂർവമായിരിക്കുക. സത്വത്തിന്റെ അടയാളമാണത്. വിവേകം നഷ്ടപ്പെടുന്നില്ല. ഒടുവിൽ പറയും അപ്രമത്ത എന്ന് പറയും. അപ്പൊ ആ വിവേകം നഷ്ടപ്പെടാതെ മനസ്സമാധാനത്തോടുകൂടി വ്യവഹാരങ്ങളിൽ ഒരാൾ മുഴുകിയിരിക്കുക. അതാണ് സത്വഗുണത്തിന്റെ ലക്ഷണം. അങ്ങനെ സദാ കർമ്മയോഗി സത്വഗുണത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. നമ്മൾ സാധാരണ ഇന്നത്തെ ഭാഷയിൽ പറയുന്നു ടെൻഷൻ. മനസ്സിൽ വലിയ ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറയുന്നത് പാഷനും കൂടെയാണ്. അതില്ലെന്ന് പറഞ്ഞാൽ തന്നെ പലർക്കും മോശമാണ്. കുറച്ച് അതുകൂടെ ഉണ്ടായിരുന്നാലേ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുവെന്ന് വരും എന്നാണ്. ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ പോകുന്നു. വാസ്തവത്തിൽ ഒരു കർമ്മയോഗിയുടെ മനസ്സിൽ അതുണ്ടായിരിക്കത്തില്ല. അയാൾ കർമ്മിയല്ല, അയാളുടെ കർമ്മത്തിൽ യോഗമുണ്ടായി. യോഗം എന്ന് പറയുന്നതിന് ഈ സമത്വം യോഗ ഉച്ചതേ വ്യക്തമായ രീതിയിൽ പറയും. അത് സത്വഗുണം കൊണ്ടേ പറ്റും. സത്വഗുണത്തിൽ നിന്നുള്ള വിവേകം കൊണ്ടേ പറ്റും. അപ്പം വ്യവഹാര സമയത്ത് നമ്മൾ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആർജിച്ചിരിക്കുന്ന സംസ്കാരം മനസ്സിന് അന്ധകരണത്തെ ഒരു സാത്വികമായ പരിണാമത്തിൽ നടത്തും. ഈ ഗുണപരിണാമത്തിന് ഹേതുവായി യോഗശാസ്ത്രത്തിൽ പറയുന്നതും സംസ്കാരത്തെയാണ്. സാത്വികമായ സംസ്കാരം അന്ധകരണത്തിലുണ്ടെങ്കിൽ മനസ്സിനെ ആ വ്യവഹാര സമയത്തും സാത്വികമായി തന്നെ നിർത്തും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്വഗുണാശ്രിതോ ഭവ. സത്വഗുണ ആശ്രിതനായിരിക്കുകയെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ബോധപൂർവം, വ്യവഹാര സമയത്ത് നമ്മൾ ബോധപൂർവം നമ്മൾ ശാന്തിയുള്ളവനാകാനും സമാധാനമുള്ളവനാകാനും വിവേകമുള്ളവനാകാനും ഒന്നും പരിശ്രമിക്കേണ്ട കാര്യമില്ല. സഹജമായി അന്ധകരണം അവിടെ തന്നെ നിൽക്കും. അത് അന്ധകരണത്തിന്റെ ഒരു സ്വഭാവമാണ്. അത് ത്രിഗുണാത്മകമായതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങൾക്ക് വ്യാസ ഭഗവാൻ രചിച്ചിട്ടുള്ള ഭാഷ്യം അത് പരിശോധിച്ച് നോക്കുക. ഇനി ഏത് പുസ്തകത്തിൽ പറഞ്ഞു ഇതിന് പിന്നീട് ചോദിക്കുന്നു. വിശദമായിട്ട് പരിശോധിച്ച് നോക്കുക. പിന്നെ അതിനും വ്യാഖ്യാനങ്ങളൊക്കെ വരും, അതും നോക്കിക്കൊള്ളുക. അതിന്റെ വ്യാഖ്യാനം ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വ്യാഖ്യാനത്തിന്റെ പേരും പറഞ്ഞുതരാം. ഭാസ്വതി എന്ന് പറയുന്ന വ്യാഖ്യാനം, അത് നോക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അവിടെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്.
അടുത്തു പറയുന്നു തഥാ നിർയോഗക്ഷേമ നിർയോഗക്ഷേമോ ഭവ. ഇത് പല ഭാഗങ്ങളിലും ആവർത്തിക്കും. യോഗക്ഷേമം വഹാമ്യാകം. നമ്മൾ മുമ്പ് ഇത് ഒന്ന് പരാമർശിച്ചതാണ്. യോഗക്ഷേമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈശ്വരന്റെ ജോലിയാണ്. ജീവൻ അവന്റെ അജ്ഞാനം കൊണ്ടത് ഏറ്റെടുത്തിരിക്കുകയാണ്. എത്രയോ അനുഭവങ്ങളുണ്ടായതിനു ശരി യോഗക്ഷേമത്തെക്കുറിച്ച് അവന് ബോധം വരുന്നില്ല. യോഗം, ആർജനം, ക്ഷേമം, സംരക്ഷണം എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ശങ്കരാചാര്യൻ മാത്രമല്ല, രാമാനുജനും മറ്റു ആചാര്യന്മാരെല്ലാം ഇത് അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ആർജിക്കുക, സംരക്ഷിക്കുക, ഇത് രണ്ടും ജീവന്റെ നിയന്ത്രണത്തിലല്ല. ഇവിടെ ചിലർക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നുണ്ട്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് കർമ്മമയമാണ്. ലോകം അതിനനുസരിച്ച് ലോകം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ പ്രാണികളെല്ലാം കർമ്മത്തിൽ മുഴുകി കഴിയുകയാണ്. ഈ കർമ്മത്തിന്റെ എല്ലാം, ആ കർമ്മം ചെയ്യുന്നവരുടെ എല്ലാം ഉദ്ദേശം ആർജിക്കുക, ആർജിച്ചതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹത്തിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവിടെ നൈഷ്കർമ്മ്യം സമൂഹത്തിൽ വന്നു ചെയ്യും. അപ്പൊ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവർ വരും, ഇത് മനുഷ്യന്റെ പുരോഗതിയൊക്കെ തടയുന്ന ഒരു കാര്യമാണ്, മനുഷ്യനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊന്നും ആർജിക്കുകയും വേണ്ട, നിങ്ങളൊന്നും സൂക്ഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്ലാനുകൾ, പദ്ധതികൾ, പ്രോജക്റ്റുകളെല്ലാം വെള്ളത്തിലാവും. ഇതിനൊന്നും ആളെ കിട്ടാതെ. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ ഉപദേശിക്കുന്നത് എന്താണോ, നമ്മൾ സാധാരണ അങ്ങനെ ഉപദേശിക്കാറുണ്ട്, പക്ഷേ നമുക്കും മനസ്സിലാകാറില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാകാറില്ല. അതുകൊണ്ട് അത് വലിയ ദോഷം ചെയ്യാറില്ല. പക്ഷെ പറയുന്നത് വലിയ അബദ്ധമാണ് പറയുന്നത്. എന്താണ്? യോഗക്ഷേമം നിസ്സാരമായി പറഞ്ഞു പോവുക. യോഗക്ഷേമത്തിന് വേണ്ടി ആരും പരിശ്രമിക്കില്ല എന്ന് നിസ്സാരമായി നമ്മൾ വളരെ ലാഘവത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ തത്വം എന്താണ് ഇവിടെ പറയുന്നത്? തത്വം ചുരുക്കത്തിൽ ഇതാണ്: യോഗക്ഷേമം ഒരിക്കലും ജീവന്റെ നിയന്ത്രണത്തിലല്ല, മറിച്ച് അത് ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ജീവൻ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. അവൻ കർമ്മത്തിൽ ഉറച്ചു നിന്നാൽ മതി. ഈ ഫലചിന്ത വേണ്ട എന്ന് പറയുമ്പം ഫലം എന്നുള്ള ഒരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്നല്ല. ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ഭ്രാന്തനായിരിക്കും, അല്ലെങ്കിൽ അത്യന്തം ബുദ്ധിശൂന്യനായിരിക്കും. വിവേകശാലിയായ ഒരുവൻ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചേ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഫലത്തെക്കുറിച്ചുള്ള വ്യാകുലതയില്ലാതെ, അത് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ള വ്യാകുലതയില്ലാതെ, അല്ല ഫലത്തെ അറിയാതെ എന്നുള്ളതല്ല. ഫലത്തെ അറിഞ്ഞേ പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ പ്രവർത്തിക്കുന്നവന് ആ ഫലത്തെക്കുറിച്ച് നിശ്ചയാത്മികമായ ബുദ്ധി വേണം. നേരത്തെ പറഞ്ഞു വ്യവസായാത്മികമായ ബുദ്ധി വേണം. ഇന്ന പ്രവൃത്തിക്ക് ഇന്നതാണ് ഫലം എന്നറിഞ്ഞിരിക്കുന്നു. അല്ലേ? പാകം ചെയ്യുമ്പോൾ അതിന്റെ ഫലം അന്നമാണ് എന്നറിഞ്ഞു തന്നെയാണ് ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നത് അന്നമാണെന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. അത് കർമ്മ നിയമമാണ്, ജീവന്റെ നിയമമല്ല. അത് പ്രവർത്തിച്ചാൽ അതിന് അവശ്യം ഫലമുണ്ടാകും. പക്ഷെ മനസ്സിനെ ഫലചിന്തയല്ല, ഫലം ഇന്നതാണെന്ന് അറിയുന്നതല്ല മനുഷ്യന്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നത്, ഈ സമത്വത്തെ നഷ്ടപ്പെടുത്തുന്നത്. മറിച്ച് അതിനെക്കുറിച്ചുള്ള വ്യാകുലതകളാണ്, അതിനെക്കുറിച്ചുള്ള ആശങ്കകളാണ്. അതിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. നിർയോഗക്ഷേമനായിരിക്കുക.
എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഫലം കൊടുക്കുന്നതിന് ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങളുണ്ട്. ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല. എന്തുകൊണ്ട്? ആ ഫലം ഉണ്ടാകണമെങ്കിൽ ഒന്ന്, ആ പ്രവൃത്തി പൂർണ്ണമാകണം. കാലദേശങ്ങൾ പ്രവൃത്തിക്ക് അനുകൂലമായിരിക്കണം. ആ പ്രവൃത്തിക്ക് വിഘ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഫലത്തെ നിയന്ത്രിക്കുന്നത്. അതൊന്നും ജീവന്റെ നിയന്ത്രണത്തിലില്ല. വിഘ്നം സംഭവിച്ചു കഴിഞ്ഞാൽ, കാലദേശങ്ങൾ അനുകൂലമല്ലാതെ വന്നു കഴിഞ്ഞാൽ, കർമ്മം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ അതെല്ലാം ഫലത്തെ തടയും. പല കാര്യങ്ങളുടെയും ഫലം എന്താണെന്നും മുൻകൂട്ടി നമുക്ക് നിശ്ചയിക്കാനും കഴിയത്തില്ല. പ്രവൃത്തിയുടെ ഒരു പ്രവൃത്തിക്ക് തന്നെ അനേക ഫലങ്ങൾ, മുഖ്യഫലങ്ങൾ, അവാന്തര ഫലങ്ങൾ നിരവധി. ഇത്തരം കാര്യങ്ങളൊന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഫലഭാഗത്തെക്കുറിച്ച് മനുഷ്യന്റെ മനസ്സിൽ ഉത്കണ്ഠയുടെ ആവശ്യമില്ല. പ്രവൃത്തി എത്രമാത്രം നന്നാകുന്നു അതിനനുസരിച്ച് ഫലവും നന്നായിരിക്കും. യോഗക്ഷേമത്തിനു വേണ്ടി യോഗക്ഷേമ ചിന്തയില്ലാതെ പ്രവർത്തിക്കുക. യോഗക്ഷേമം ഈശ്വരൻ തന്നെ ചെയ്തു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഫലത്തെ ത്യജിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നിടത്തോ അവിടെയും ഇത് തന്നെ. അവിടെയും ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ നിസ്സംഗതയാണ്. കാരണം ഫലത്തെ ത്യജിക്കാൻ ഒക്കത്തില്ല, ഭൗതികമായി ത്യജിക്കാൻ ഒക്കത്തില്ല. കാരണം അത് കർമ്മ നിയമത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. കർമ്മം ഫലത്തെ കൊണ്ടുവരും. എങ്ങനെ? പാകം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായിട്ടാണ് നടക്കുന്നതെങ്കിൽ അവിടെ അന്നം ഉണ്ടായിക്കഴിയും. അതിനെ ചെയ്യുന്നവനതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല. അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയായി ചെയ്യുകയാണെങ്കിൽ അന്നം ഉണ്ടായി തന്നെ തീരും. ഇനി അത് ശരിയായ രീതിയിൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ തൃപ്തി, സുഖം അതും ഉണ്ടായി തന്നെ തീരണം. ഈ നിയമത്തെ മാറ്റിമറിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ ഫലത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്തിട്ട് ഭക്ഷണത്തെ വലിച്ചെറിയുക എന്നുള്ളതാണ്. അത് ഭക്ഷിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന തൃപ്തിയെ മാറ്റി നിർത്തുക എന്നുള്ളത്. ആ തൃപ്തിയെ മാറ്റാൻ ഒക്കത്തില്ല, അത് സ്വയം സംഭവിക്കുന്നതാണ് അന്ധകരണത്തിൽ. അപ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നിടത്ത് എന്താണ്? അവിടെ ആ ജീവന്റെ കർമ്മത്തോടുള്ള നിസ്സംഗത, അത് നമ്മൾ ഇനിയും ചർച്ച ചെയ്യുന്നതാണ്. എന്താണ് ആ നിസ്സംഗത എന്ന് പറയുന്നത്? ആ കർമ്മഫലത്തെക്കുറിച്ചുള്ള വ്യാകുലത ഇല്ലാതിരിക്കുക, ഉത്കണ്ഠ മനസ്സിനുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ പാകം ചെയ്യുന്നു, അതിൽ നിന്ന് ഫലമുണ്ടാകുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് യോഗക്ഷേമം മഹാമ്യഹം. ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ദൂരെ കളയണം. കാരണം അത് യോഗക്ഷേമം ഭഗവാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജോലി എന്ന് പറയുന്നത് പ്രവർത്തിക്കുക മാത്രം, പാകം ചെയ്യുക മാത്രം. പിന്നെ അന്നത്തെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. അതിനെ ശരിക്കും ഇതിന്റെ വ്യാഖ്യാനം അങ്ങനെ വരണം. അതിനെ നമ്മൾ അനുഭവിക്കേണ്ട കാര്യമില്ല. നമ്മളെങ്ങനെയാണ് സാറിന് പറയുന്നത്? എന്നാൽ ഭഗവാൻ നോക്കിക്കൊള്ളും, നമ്മളൊന്നും ചെയ്യണ്ട. അതല്ല, ഭഗവാൻ യോഗക്ഷേമം വഹിക്കുന്നതാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി അന്നം വരുന്നതും ആ അന്നം ഭുജിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തൃപ്തിയും. ഇതാണ് യോഗക്ഷേമം ഈശ്വരൻ വഹിച്ചിരിക്കുന്നത് അവിടെയാണ്. കാരണം ഇതിനെല്ലാം എന്തെങ്കിലും തടസ്സങ്ങൾ വരാം. ഏതെങ്കിലും തരത്തിൽ ഈ പ്രവൃത്തി പൂർണ്ണമാകാതെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കത്തില്ല. അവിടെ അന്നം ഉണ്ടാകുന്നില്ല, തൃപ്തിയും ഉണ്ടാകുന്നില്ല. അപ്പൊ അന്നവും തൃപ്തിയും എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ഈശ്വരന്റെ പ്രവൃത്തിയാണ്
അന്നവത്തെയും തൃപ്തിയും നൽകിയത് ഈശ്വരനാണ്, താൻ സൃഷ്ടിച്ചതല്ല. താൻ സൃഷ്ടിച്ചാണെന്ന് അവിടെ അഭിമാനിക്കാതിരിക്കുക. അത് ഈശ്വരൻ നൽകിയതാണ് എന്ന് കരുതി തന്റെ സാമർത്ഥ്യത്തെ ഈശ്വരന് സമർപ്പിക്കുക. എന്റെ സാമർത്ഥ്യം കൊണ്ടല്ല ഇത് സംഭവിച്ചത്, ഈശ്വരന്റെ നിയമം അനുസരിച്ച് സംഭവിച്ചിരിക്കുന്നു എന്ന് കരുതി അവിടെ ആ പ്രവൃത്തിയിൽ, ആ പ്രവൃത്തിയുടെ ഫലത്തിൽ സ്വയം അഭിമാനത്തെ ഉണ്ടാക്കാതിരിക്കുക. അഭിമാനം അവിടെ സഹജമായിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്റെ സാമർത്ഥ്യം കൊണ്ട് ഇതിങ്ങനെ ഉണ്ടായി, എന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാനിത് നേടി എന്ന് കരുതാതിരിക്കുക. തീർച്ചയായിട്ടും പ്രവർത്തിച്ചത് നമ്മുടെ സാമർത്ഥ്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ആ സാമർത്ഥ്യം നൽകിയത് ഈശ്വരനാണ്, അത് വിസ്മരിക്കാതിരിക്കുക. ഈശ്വരന്റെ സാമർത്ഥ്യമാണ് എന്നിലൂടെ പുറത്തു വന്നത്, ഈശ്വരൻ നൽകിയ ഫലമാണ് എന്റെ പ്രവൃത്തിയുടെ ഫലമായി വന്നത് എന്നറിഞ്ഞിട്ട് അതിൽ സ്വയം അഭിമാനിക്കാതിരിക്കുക. അതിന്റെ എല്ലാ നന്മകൾക്കും ഈശ്വരനോട് കടപ്പെട്ടിരിക്കുക. അങ്ങനെ നിർയോഗക്ഷേമനായിത്തീരുക. അതാണ് ഇതിന്റെ ഒന്നും കർത്തൃത്വ സ്വയം ഏറ്റെടുക്കാതിരിക്കുക. പ്രപഞ്ചത്തിലെ ഈശ്വരീയ നിയമത്തിന് വിധേയമായി നടക്കുന്ന ഇത്തരം പ്രക്രിയകളിൽ, ഇത്തരം പ്രവർത്തനങ്ങളുടെ കർത്തൃത്വം ജീവൻ അവന്റെ അവിവേകം കൊണ്ട് ഏറ്റെടുക്കുന്നതാണ്. ഇവിടെ യോഗക്ഷേമം വഹിക്കുന്നു എന്ന് പറയുന്ന അവൻ അത്തരം ഒരു ഏറ്റെടുക്കലില്ലാതിരിക്കുക. അതാണ് നിർയോഗക്ഷേമം എന്ന് പറയുന്നത്. അതൊരിക്കലും പ്രവൃത്തിയെ നിരുത്സാഹപ്പെടുത്തുന്നില്ല, ഒരുവനെ പ്രവൃത്തിയെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ചിന്തിക്കുന്നതിനെ തടയുന്നില്ല. ഏത് പ്രവൃത്തിയിൽ നിന്നും തീർച്ചയായും ഫലത്തെക്കുറിച്ച് ചിന്തിച്ചു തന്നെ ചെയ്യും. പ്രവൃത്തിക്കെല്ലാം പ്ലാനും പ്രോജക്റ്റും എല്ലാം ഉണ്ടായിരിക്കുന്നു, അല്ലാതെ ചെയ്യാൻ പാടില്ല. അല്ലാതെ ചെയ്യുന്നത് എന്താണ്? അത് മൂഢത്വമാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് മൂഢതയാണ്. അതല്ല ഗീത പഠിപ്പിക്കുന്നു. മൂഢന്മാരാണത്. മൂഢന്മാരെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ അങ്ങ് പ്രവർത്തിച്ചോളും. അതിന്റെ ഫലം ചിലപ്പോൾ അനുകൂലമായി വരും, വിപരീതമായി വരും. അതൊക്കെയാണ്. അതിനൊന്നും കർമ്മയോഗവുമായിട്ട് ബന്ധമില്ല. പ്രവൃത്തിയെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ശരിയായി അറിയുക എന്നുള്ളതാണ് കർമ്മയോഗം പറയുന്നത്. അറിഞ്ഞിട്ട് അതിൽ അവൻ സ്വയം അതിന്റെ ഒരു നേട്ടത്തെയും അവൻ തന്റെ നേട്ടമായി കണക്കാക്കുന്നില്ല. കാരണം അവന് ഈശ്വരന്റെ കർമ്മ നിയമങ്ങളെക്കുറിച്ച് അവന് ബോധമുണ്ട്. ആ ഗഹനമായ കർമ്മ നിയമത്തിൽ വന്നു ചേരുന്നവയാണ് ഈ യോഗക്ഷേമങ്ങൾ എന്നവനതിനെ തിരിച്ചറിയുന്നു. ഇത് മൊത്തത്തിൽ ഒരു തിരിച്ചറിവാണ്. അജ്ഞനായിരിക്കുമ്പോൾ ഒരുവൻ കർമ്മം ചെയ്യുന്നു, വിവേകം ഉണ്ടായതിനു ശേഷവും അവൻ കർമ്മം ചെയ്യുന്നു. ആ വിവേകം അവൻ മലയാളത്തിൽ പറയുന്നതാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു. ഒന്ന് അഭിമാനത്യാഗം, മറ്റൊന്ന് ഈശ്വരാർപ്പണം. ഈ രണ്ടും വരും. ഈ പ്രബലമായ രണ്ട് സംസ്കാരങ്ങൾ കർമ്മയോഗിയിൽ ദൃഢപ്പെട്ടു വരുന്നു കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതും പറഞ്ഞത്, ഈശ്വരബോധം ഇല്ലാതെ ഒരാൾക്ക് കർമ്മയോഗം സാധ്യമല്ല. അഭിമാനത്തെ ത്യജിക്കണമെങ്കിൽ മറ്റെന്തിനെങ്കിലും ഒരു ശക്തമായൊരു പിടി വേണം. ഈശ്വരനിൽ പിടിച്ചുകൊണ്ടേ അഭിമാനത്തെ ഒരുവനെ ത്യജിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഈശ്വരബോധം ദൃഢമായി വരണം, അഭിമാനത്യാഗം വരണം. അവിടെയാണ് ഭക്തിയുടെയും മറ്റും ആവശ്യം വരുന്നത്. വിവേകത്തോടുകൂടിയ ഭക്തി, ശരിക്കുമുള്ള കർമ്മത്യാഗവും അവിടെയാണ് വരുന്നത്. അത് തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഭാഗങ്ങളാണ്. അപ്പം നിർയോഗക്ഷേമനാകുക, നിർയോഗക്ഷേമോ ഭവ. ഇനി വേറൊന്ന് പറയുന്നു, ആത്മവാൻ അപ്രമത്തശ്ച ഭവ. യേശ തവ ഉപദേശ സ്വധർമ്മ അനുതിഷ്ഠത. ഈ പറഞ്ഞ കാര്യങ്ങളാണ് തവ ഉപദേശ, എനിക്ക് നിന്നോട് പറയാനുള്ളത്. എന്ത്? സ്വധർമ്മം അനുതിഷ്ഠത. അത് വളരെ പ്രധാനപ്പെട്ട. സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്ന നിന്നോട്, വർണ്ണധർമ്മമായിരിക്കുന്ന യുദ്ധത്തെ, ക്ഷാത്രധർമ്മമായിരിക്കുന്ന യുദ്ധത്തെ അനുഷ്ഠിക്കുന്ന നിന്നോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്.
ഇതെല്ലാം ഓർത്തു വയ്ക്കുക. ആത്മവാൻ, അപ്രമത്തനായിരിക്കുക, പ്രമാദം സംഭവിക്കാതിരിക്കുക. പ്രമാദം എന്ന് പറഞ്ഞാൽ വളരെ സ്പഷ്ടമാണ്, വീഴ്ച. ഒരു വ്യാഖ്യാനത്തിൽ പറയും, മനസ്സിന് വരുന്ന വിഷയത്തിന് അധീനമായി പോകുക മനസ്സ്. യോഗച്യുതി, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ നിർദ്വന്ദ്വനായിരിക്കുക, നിത്യസത്വസ്ഥനായിരിക്കുക, യോഗക്ഷേമനായിരിക്കുക എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് വ്യവഹാരത്തിൽ മനസ്സ് വ്യതിചരിച്ചു പോകുന്നതാണ് പ്രമാദം എന്ന് പറയുന്നത്. ഇതിലെല്ലാത്തിനും മനസ്സ് ഇതിനെ നിലനിർത്താൻ പരിശീലിപ്പിക്കുക. അപ്പോൾ സംശയം വരും, ഇതിന് പ്രമാദം വരാതിരിക്കണമെങ്കിൽ ഇതിന് വലിയ നിഷ്ഠയായിരിക്കണം, അത് ജ്ഞാനിക്കലേ കഴിയത്തുള്ളൂ. അപ്പോൾ അഭ്യാസം എന്ന് പറയുന്നത് തന്നെ എന്താണ്? പ്രമാദത്തോടു കൂടിയാണ്. വീഴ്ചയോടുകൂടിയവനെ അഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്. വീണ്ടെടുത്ത് നിന്ന് എഴുന്നേൽക്കുന്നതാണ് അഭ്യാസം. അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു? അയാൾ വീണെടുത്ത് തന്നെ കിടക്കുന്നില്ല, അവിടെ നിന്ന് എഴുന്നേക്കുന്നു. എന്നുവെച്ചാൽ വീണ്ടും വീണുകൂടുന്നില്ല, വീണ്ടും വീഴാം. അപ്പൊ പിന്നെ അപ്രമത്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് അപ്രമാദത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും അത്തരം വീഴ്ചകളെ ന്യായീകരിക്കാതിരിക്കുക. അതാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യം. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഭ്രംശം സംഭവിക്കാം. അയാളുടെ നിർദ്വന്ദ്വാവസ്ഥയ്ക്ക് ഭംഗം വരാം, അയാൾ കാമക്രോധങ്ങൾക്ക് അടിമപ്പെട്ടെന്ന് വരാം, സത്വം പോയി രാജസ താമസഭാവങ്ങൾ പ്രകടമായെന്ന് വരാം. ചിലപ്പോൾ അയാൾ അഹന്തയും മമതയും എല്ലാം വന്നെന്നിരിക്കാം, യോഗക്ഷേമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുമ്പെട്ടെന്നിരിക്കാം. ഇതെല്ലാം അതിൽ സംഭവിക്കുന്ന ച്യുതികളാണ്. പ്രമാദം ഉള്ളവൻ ഇതിനെയൊന്നും തിരിച്ചറിയുന്നില്ല, യഥാസമയം തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ ആ വീഴ്ച അയാൾ മുൻകൂട്ടി കാണുന്നില്ല. ശരി, മുൻകൂട്ടി കണ്ടില്ല എന്ന് പോട്ടെ, സംഭവിച്ചതിന് ശേഷം ചിലപ്പോൾ തിരിച്ചറിയത്തില്ല. ഇതാണ് പ്രമാദം, വീഴ്ച. കർമ്മയോഗിക്ക് അത് പാടില്ല. അയാൾ ഇതിനെല്ലാം തിരിച്ചറിയണം. തിരിച്ചറിയാതെ അയാൾക്ക് വീണെടുത്ത് നിന്ന് ഇഴങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഈ അഭ്യാസങ്ങളെ നിർദ്വന്ദ്വാവസ്ഥ, നിത്യസത്വാവസ്ഥ, നിർയോഗക്ഷേമാവസ്ഥ, ഇതിനെ ഒരാൾ ദൃഢപ്പെടുത്തുന്നു. എങ്ങനെ ദൃഢപ്പെടുത്തുന്നു? പ്രമാദം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉണർവാണ്, സദാ ഉള്ള ഉണർവ്. അപ്രമാദം, പ്രമാദമല്ല അപ്രമാദം. ശ്രുതിയിലും മറ്റും പറയുന്ന ജാഗ്രത, അതാണ് അപ്രമാദം. ആ അപ്രമാദമുള്ള ഒരുവൻ ഇത്തരം വീഴ്ചകളെല്ലാം പ്രതിക്ഷണം അയാളെ ദൃഢപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഏത് ക്ഷണത്തിലാണോ തന്റെ മനസ്സ് വ്യതിചലിക്കുന്നത്, അടുത്ത ക്ഷണത്തിൽ അയാൾ അതിനെ തിരിച്ചറിയുന്നു. പിന്നെ അതിനെ തുടരാൻ അനുവദിക്കുന്നില്ല, അതിനവിടെ നിർത്തുന്നു. അപ്പൊ സാധനയെക്കുറിച്ച് അയാൾ ആർജിച്ചിരിക്കുന്ന വിവേകത്തെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാൻ അയാൾ അനുവദിക്കുന്നില്ല. അതാണ് അപ്രമാദാവസ്ഥ. അത് ആ അപ്രമാദാവസ്ഥ ഇതിനെല്ലാം വേണ്ടതാണ്, ഇതിനെല്ലാം സഹായിക്കുന്നതാണ്. അങ്ങനെ അത് ശീലിക്കുക. ആ വീഴ്ചകളെല്ലാം തിരിച്ചറിയും. വീഴ്ച സംഭവിക്കും. മനുഷ്യ ശരീരത്തോടുകൂടിയിരിക്കുന്ന കാലത്തോളം വീഴ്ചകൾ സംഭവിക്കും. എന്തുകൊണ്ട്? ഈ ശരീരം, മനസ്സ് ഇതെല്ലാം ത്രിഗുണാത്മകമാണ്. അതിൽ രാജസ താമസഭാവങ്ങൾ വന്നു ചേരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ പറയും ശരീരത്തോടുകൂടിയിരിക്കുന്ന എല്ലാവരും ബന്ധനസ്ഥരാണ് എന്നിവര് നമ്മുടെ ഈ അദ്വൈത ശാസ്ത്രത്തിൽ തന്നെ പറയും. അത് കേട്ടാൽ ചിലപ്പോൾ
നിങ്ങൾ ഞെട്ടിപ്പോവും. എന്നാലും ഒന്ന് പറയാം, അങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? ഈ ലോകത്ത് മുക്തന്മാരേ ഇല്ല, അങ്ങനെ വരെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്താഗതി അദ്വൈതത്തിലുണ്ട്. എന്ന് വെച്ചാൽ അത് ഈ ശരീരത്തിന്റെ മനസ്സിന്റെ ആ ബന്ധത്തെ, അതിന്റെ ജീവനോടുള്ള ദൃഢബന്ധത്തെ സൂചിപ്പിച്ച് പറയുന്നതാണ്. സിദ്ധാന്ത വിരോധം പറഞ്ഞു എന്ന് കരുതരുത്, അങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെതായ ഒരു പാരവശ്യം എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോ ഒരു സാധകനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പ്രമാദം സംഭവിക്കാം. പ്രാപ്തിയുള്ളിടത്തെ നിഷേധമുള്ളൂ. മീമാംസകന്മാരുടെ ഒരു ന്യായമാണ്. എവിടെ എന്തിനെ നിഷേധിക്കുന്നോ മനസ്സിലായിക്കൊണ്ടോ അവിടെ അതിന്റെ പ്രാപ്തിയുണ്ട്, അല്ലെങ്കിൽ പിന്നെ നിഷേധം വ്യർത്ഥമായിട്ടുണ്ട്. അപ്പം നീ അപ്രമാദമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? പ്രമാദം സംഭവിക്കാം. മഹാഭാരതം യുദ്ധം തന്നെ നമുക്ക് കാണാം. ഇതെല്ലാം പറഞ്ഞെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന അർജുനനും ക്രോധാവിഷ്ടനായി ഈ പറയുന്ന സമത്വമെല്ലാം നഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണാം. പക്ഷേ അതാണ് പ്രമാദം എന്ന് പറയുന്നത്. അതാർക്ക് സംഭവിക്കാന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇതെല്ലാം പറയുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും ന്യായീകരണം കണ്ടെത്തുന്നതാണ്. തനിക്കൊരു വീഴ്ച വന്നു, എന്തെങ്കിലും ഒരു വീഴ്ച വന്നു, എന്നിട്ട് മറ്റുള്ളവരെ നോക്കും, അവരിലും ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ആരെങ്കിലും ഈ പ്രമാദത്തിന് അതീതരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? ഈ പ്രമാദം ആർക്ക് സംഭവിക്കാം? മറ്റുള്ളവർക്ക് സംഭവിക്കാതുകൊണ്ട് എനിക്കും ഇതിൽ തന്നെ തുടരാം എന്നാർക്കും അവകാശപ്പെടാൻ ഇല്ല. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാദം ഗുരുവിൽ സംഭവിച്ചാലും ശിഷ്യന് സംഭവിക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തേജീയസാം ന ദോഷായ. അവർക്കത് ദോഷത്തെ ചെയ്യുന്നില്ല, ശിഷ്യന്റെ ദോഷത്തെ ചെയ്യും. ധർമ്മം വ്യതിക്രമോ ദുഷ്ടം ഈശ്വരാണ് അന്ത്യസാഹസം. മഹാഭാരതത്തിൽ തന്നെ പറയുന്നതാണ്. ഈശ്വര പുരുഷന്മാരിൽ സാഹസ പ്രവൃത്തികളൊക്കെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. ഇനി അതിനെ കണ്ടിട്ട് യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രമാദം കണ്ടു കഴിഞ്ഞാലും ശിഷ്യന് അതിനെ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. സാധകൻ അതിനെ പ്രമാണമാക്കാൻ പാടില്ല. യദ്യതാചരതി ശ്രേഷ്ഠ എന്നെടുത്ത് പറയും. എന്താണ്? ശ്രേഷ്ഠന്മാരുടെ ധാർമ്മിക വ്യവഹാരങ്ങളെയാണ് ഒരുവൻ മാതൃകയായി സ്വീകരിക്കേണ്ടത്. നിഷ്ഠീവനാതെ അവിടെ പറയും. അതായത് അവർ തുപ്പുന്നതും തുമ്മുന്നതും ചുമയ്ക്കുന്നതും അല്ല ഒരാൾ മാതൃകയായി സ്വീകരിക്കേണ്ടത്. അവരുടെ ധാർമ്മികമായ വ്യവഹാരങ്ങളെ മാതൃകയായി സ്വീകരിക്കണം എന്നുള്ളതാണ്. അല്ല എല്ലാം മാതൃകയാക്കാനല്ല പറയുന്നത് ശ്രേഷ്ഠൻ. അപ്പോൾ അത് പറയാൻ കാരണം നമ്മൾ കാണുമല്ലോ, പല മഹർഷിമാരും സാമാന്യ ബുദ്ധിക്ക് നീതീകരിക്കാത്ത പല പ്രവർത്തനങ്ങളും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുരാണങ്ങളൊക്കെ വായിക്കുന്നു. നമ്മൾ പലരും ആശ്വസിക്കുന്നതും രക്ഷപ്പെടുന്നതും സമാധാനിക്കുന്നതും അത് വായിച്ചിട്ടാണ്. അവരൊക്കെ അങ്ങനെ ചെയ്യാൻ എനിക്കെന്തുകൊണ്ടായിട്ടില്ല, ഞാൻ വരെ നിസ്സാരനല്ലേ. അതാണ് ഞാൻ ഗുരുവിന്റെ വ്യവഹാരം എന്ന് പറഞ്ഞത്. ഋഷിമാരുടെ വ്യവഹാരത്തിൽ പോലും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ തേജീയസാമ്ന ദോഷായ. അപ്പൊ ഈ പ്രമാദത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന അത്തരം കാര്യങ്ങളാണ്. അവരങ്ങനെ ചെയ്താൽ ഞാനും ചെയ്യും എന്ന് ചിന്തിക്കരുത്.
അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അവരുടെ ധാർമ്മിക വ്യവഹാരങ്ങളുണ്ടോ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. മറ്റത് നിർവഹിക്കാൻ കഴിയാത്ത വ്യവഹാരങ്ങളാണ്, അലൗകിക വ്യവഹാരങ്ങളാണ്. ഭഗവാന്റെ വ്യവഹാരങ്ങളെന്ന് അലൗകിക വ്യവഹാരങ്ങളാണ്. അതൊന്നും നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് പകർത്താനുള്ള കാര്യങ്ങളല്ല പല വ്യവഹാരങ്ങളും. അവിടെ ധാർമ്മികമായ വ്യവഹാരം എന്തുണ്ടോ തത്തദേവ ഇതരോ ജനാഹ, ഇതര ജനങ്ങൾ അത് സ്വീകരിച്ചോണമെന്നാണ്. അല്ലെങ്കിൽ അവിടെയും കുഴപ്പം പറ്റും. ഭഗവാൻ ചെയ്തതുപോലെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലർ അതിനെ അനുകരിച്ചിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഭഗവാൻ പ്രവർത്തിച്ചല്ല, ബാഹ്യമായ അനുകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ അബദ്ധമാണ്. എന്നിട്ട് പറയും ഞാൻ ഭഗവാൻ കൃഷ്ണനാണെന്ന് പറയും. അതല്ല, എന്നുവെച്ചാൽ ശരിയായ എന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ ലോകത്തിൽ അസത് വ്യവഹാരങ്ങൾ ചെയ്തിട്ട് അത് ഭഗവാൻ ചെയ്തതാണെന്ന് പറയും. അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധരിക്കണം എന്ന് വീണ്ടും ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അതാണ് അപ്രമാദം എന്ന് പറയുന്നത്. പ്രമാദം ഒരിക്കലും സംഭവിക്കരുത് എന്നുള്ള അർത്ഥമില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാതെ അതിനെ തിരുത്തിപ്പോവുക. അതിനൊരിക്കലും മഹാപുരുഷന്മാരുടെ പ്രവൃത്തികളെ നമ്മൾ അത് വെച്ച് നമ്മുടെ പ്രമാദങ്ങളെ ന്യായീകരിക്കുക. ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമ്മുടെ വീഴ്ചകളെ അതുകൊണ്ട് ന്യായീകരിക്കാതിരിക്കുക. അതെല്ലാം കാര്യം വേറെയാണ്. അവിടേക്ക് നമ്മൾ കിടക്കാതിരിക്കുക. അങ്ങനെ യേശത്തവ ഉപദേശ, ഇവിടെ ഭഗവാൻ പറയുന്നു അർജുനനോട്, ഇതാണ് നിനക്ക് നൽകാനുള്ള എന്റെ ഉപദേശം. സ്വധർമ്മം അനുതിഷ്ഠത, സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്ന എന്നോട്. എന്നുവെച്ചാൽ ഇവിടെയെല്ലാം പറയുന്നത് ഒരു ജീവന്റെ ആധ്യാത്മിക നിഷ്ഠയിൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഗഹനങ്ങളായ ആന്തരികമായ കാര്യങ്ങളാണ്. ഇവിടെ അതൊരു സൂത്രരൂപത്തിൽ പറയുന്നു. ഇതിന്റെ വ്യാഖ്യാനം വിശദമായിട്ട് പല ഭാഗങ്ങളിലായിട്ട് കിടപ്പുണ്ട്. അത് കണ്ടുപിടിക്കുക. അതിന്റെ സാരമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ യാവാൻ അർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. പൂർണ്ണമിദം പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.